السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. വേദിയിലുള്ള ബഹുമാനനായ ഷമീർ മദീനി, എൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, അല്ലാഹു ഈ സായം സന്ധ്യ നമുക്കേവർക്കും ഉപകാരപ്പെടുന്ന, ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന ഒരു നല്ല വേളയാക്കി പരിവർത്തിപ്പിച്ച് തെരുമാറാകട്ടെ. നമ്മുടെ എല്ലാം പ്ലാനിങ്ങിന്റെയും നമ്മുടെയൊക്കെ വരികളുടെയും വാചകത്തിന്റെയും അപ്പുറത്ത്, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന വൈയക്തികമായ പരിമിതികളുടെ അപ്പുറത്ത് അള്ളാഹുവിന്റെ ഉന്നതമായ തീരുമാനവും അവന്റെ അതിശക്തമായ ഖലാഉമുണ്ടെങ്കിൽ എല്ലാം നന്മയായി ഭവിപ്പിക്കാനുള്ള ഉന്നതമായ ശക്തിയും കഴിവും അവനുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു 2015 ഈ തുടക്കം വളരെ അർഹമായ രീതിയിൽ എന്നെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. കേരളത്തിനു തന്നെ മാതൃകയാകുന്ന രീതിയിൽ പെരുമ്പാവൂരിലെ സലഫി പ്രവർത്തകർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മഹത്തായ പ്രബോധന സംരംഭം സംഘടനാ സങ്കുചിതത്വങ്ങളുടെയും മതരംഗത്തെ തെറ്റായ കാഴ്ചപ്പാടുകളുടെയും അപ്പുറത്ത് വളരെ അതിശക്തമായ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും വേളയായി സ്വയം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ഒരു മഹൽ സംരംഭമാണ്. ഇടക്കാലത്ത് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ ഈ സംരംഭം വീണ്ടും പുതുജീവൻ പ്രാപിച്ച് മുന്നോട്ടു പോകുമ്പോൾ മുടങ്ങിയതിന്റെ കാരണങ്ങളെ അപഗ്രഥിക്കുന്നതിന്റെ അപ്പുറത്ത് ഇനിയും മുന്നോട്ടു പോകാനുള്ള കരുത്ത് സ്വയം ആർജിക്കാനുള്ള ചിന്തകളാണ് തീർച്ചയായും ഇതിന്റെ സംഘാടകർ ഈ ഒരു സംസാരത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്കത് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. മതപ്രഭാഷണ വേദികളുടെ മുന്നിലിരിക്കുമ്പോൾ
തർബിയകളുടെ, തദ്കിറകളുടെ, തസ്കിയകളുടെ, പ്രബോധന സംരംഭങ്ങളുടെ, അല്ലെങ്കിൽ ജുമാ ഖുതുബയുടെ, സിയാരികളുടെ, പ്രോഫ്കോണുകളുടെ എന്നുവേണ്ട മതമായി സംസാരിക്കപ്പെടുന്ന വേദികളുടെ മുന്നിലിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എന്താണ്? നല്ല ഈണമുള്ള ശബ്ദവീജികൾ കാതിലേക്ക് ഒഴുകിയെത്തി ഒരു ഗാനമേളയിൽ അത് ആസ്വദിക്കുന്നത് പോലെയുള്ള ആസ്വാദനമാണോ? അതല്ലെങ്കിൽ ഒരിക്കലും ഇടമുറിയാത്ത അതിമനോഹരമായ പദപ്രയോഗങ്ങളിലൂടെ സാഹിതീയമായി ശ്രോതാവിന്റെ മനസ്സിലേക്ക് കടന്നെത്താനുള്ള ഒരു പ്രഭാഷകന്റെ ബോധപൂർവമായ ശ്രമമാണോ? അതുമല്ലെങ്കിൽ അതിശക്തമായി ഒരുക്കപ്പെട്ട യന്ത്ര സംവിധാനങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദത്തിന്റെ അകമ്പടിയോടുകൂടെ എന്തെല്ലാമോ ഒരു മജീഷ്യനെ പോലെ ചെയ്തു തീർക്കുന്ന ദൗത്യമാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും? സഹോദരങ്ങളെ, ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ അണിനിരക്കുന്ന ഉജ്ജ്വലമായ വേദികൾ മുതൽക്ക് വ്യക്തിതലത്തിൽ ഒരാളെ തന്റെ തൊട്ടടുത്ത സീറ്റിലിരുത്തി സംസാരിക്കുന്നത് വരെയുള്ള പ്രഭാഷണ വേദികളിൽ കൈമുതലായി സ്വീകരിക്കണമെന്ന് നമ്മുടെയൊക്കെ ഗുരുനാഥന്മാര് പഠിപ്പിച്ചതും നമ്മുടെ കൂട്ടായ്മ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയതും എന്താണോ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമുക്ക് ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത് തിരിച്ചറിവുകളാണ്. അറിവുകൾ ലഭിക്കുന്നതിലേറെ നമുക്ക് ലഭിക്കുന്നത് തിരിച്ചറിവുകളാണ്. അല്ലെങ്കിൽ അറിവുകൾ ലഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരിച്ചറിവുകളാണ്. ലോകത്തിന് അറിവിന്റെ കുറവില്ല. അറിവിന്റെ കുറവുള്ളത് കൊണ്ടല്ല മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റപ്പെടുന്നതും വൃദ്ധസദനത്തിന്റെ അടക്കപ്പെട്ട ജയിൽ അറകളിൽ പിന്നെ ജനവാതിലുകളിലൂടെ പുറത്തേക്ക് നോക്കി മകന്റെ വാഗണർ കാറ് അതല്ലെങ്കിൽ ഫോർച്യൂണർ തന്നെ കാണാൻ വേണ്ടി കടന്നെത്തുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നതും അറിവില്ലാത്തവർ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടല്ല. വിഗ്രഹം പാല് കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന് പാല് കൊടുക്കാൻ വേണ്ടി ഓടിയെത്തിയവരിൽ ഇന്ത്യയിലെ ഉന്നതമായ ഗവേഷണ കേന്ദ്രം ISROയിലെ സയന്റിസ്റ്റ് മുതൽ ഇന്ത്യയിലെ പാടത്തധ്വാനിക്കുന്ന പാവപ്പെട്ട പണിക്കാരൻ വരെ ഉണ്ടായിരുന്നു. ഇവിടെ അറിവല്ല യഥാർത്ഥത്തിൽ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുമല്ലെങ്കിൽ ഏതോ ഒരു മിസ്കോളിന്റെ പേരിൽ തെറ്റിദ്ധരിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തിൽ താൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന മുണ്ടിട്ട് മുറുക്കിയവളെ കൊന്ന് അവളുടെ ജീവൻ അവസാനിക്കുന്ന അവസാന നിമിഷത്തിൽ തിരിച്ചറിവുണ്ടായി വാവിട്ട് കരയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിവല്ല, തിരിച്ചറിവാണ് എന്നത് സത്യമാണ്. കാതിൽ ഹെഡ്സെറ്റ് വെച്ച് ഏറ്റവും പുതിയ ഫിലിമിലെ സംഗീതം കേട്ട് ചുണ്ടിൽ വായന്റെ ഉള്ളിൽ ചുയിങ്ക് വെച്ച് ചുണ്ടിന്റെ ഉള്ളിൽ ആ തിന്മയിൽ അഭിരമിപ്പിക്കുന്ന വേറെന്തെല്ലാമോ വസ്തുക്കൾ വെച്ച് കയ്യിൽ അവന്റെ ഫോണും പിടിച്ച് നടക്കുന്ന ആധുനിക യുവത്വത്തിന്റെ പ്രതീകങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് സർട്ടിഫിക്കറ്റുകളും അക്കാദമിക രംഗത്തെ ഉന്നതമായ വിജയങ്ങളും ഇല്ലാത്തതല്ല അവരുടെ നാശകാരണമെന്നത് ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന 100,000 അനുഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാണ്. വീട്ടിൽ താനുറങ്ങുന്ന തലയിണയുടെ താഴെ, അമ്മേ ഞാൻ പോവുകയാണ്, ഞാൻ പ്രണയിച്ച ഒരാളുണ്ട്, അയാൾ ഇന്ന് എന്നോട് വീട് വിട്ടിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ നാളെ മുതൽ ആ പ്രണയം സഫലമാവുകയില്ല അമ്മേ, അതുകൊണ്ട് അമ്മയോട് എനിക്ക് ദുഃഖമുണ്ട്, എന്നാലും ഞാൻ പോകട്ടെ, എന്നെ അന്വേഷിക്കേണ്ടതില്ലെന്ന വരികൾ എഴുതുന്ന പെൺകുട്ടിക്ക് അറിവല്ല ഇല്ലാത്തത്, അവർക്ക് തിരിച്ചറിവാണില്ലാത്തത്. എല്ലാം നൈരാശ്യത്തിൽ അവസാനിച്ച് അവസാനം മരണക്കൊമ്പിൽ ഒരു മുഴം കയറിൽ ഉറുമ്പരിക്കുന്ന മൃതശരീരമായി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അവളെ താഴെ ഇറക്കുമ്പോഴും അവളുടെ വീട്ടിലെ ഷെൽഫിൽ അവളുടെ അക്കാദമിക സർട്ടിഫിക്കറ്റുകളുടെയും അക്കാദമിക വിജയങ്ങളുടെയും ഉന്നതമായ ഷീൽഡുകളും അല്ലാത്തതും ശീൽക്കാരം മുഴക്കി സമൂഹത്തിന്റെ നേരെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ശബ്ദം ഇതാണ്: അറിവല്ല, യഥാർത്ഥത്തിൽ തിരിച്ചറിവാണ് ഇവിടെ ഇല്ലാത്തത് എന്നതാണ്. പുതിയ തലമുറക്ക്, ആധുനിക യുവത്വത്തിന്, പൊതുസമൂഹത്തിന്, വയോവൃദ്ധർ വരെയുള്ള സർവർക്കും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ ആ തിരിച്ചറിവുകൾ തന്നെയാണ്. മീഡിയകൾ പരിശോധിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കാണുന്ന കുറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കൊന്നും ഞാൻ വരുന്നില്ല. കാരണം ആ കാഴ്ചകൾ കാണാത്തവരും കേൾക്കാത്തവരും അല്ല നിങ്ങൾ. ഓടിയെത്തുന്ന ട്രെയിനിന്റെ മുന്നിൽ സെൽഫി എടുക്കാൻ, സെൽഫി എന്ന് പറഞ്ഞാൽ സ്വയം ഫോട്ടോ എടുക്കുക, ഓടി വരുന്ന ട്രെയിനിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ
ചക്രത്തിന്റെ അടിയിൽ അവസാനിച്ച യുവത്വത്തെ കുറിച്ച് നാം എന്തു പറയണം പ്രിയപ്പെട്ടവരെ? നാം എന്തു പറയണം? സ്വന്തം മാതാപിതാക്കളെ കൊന്നുതള്ളി സ്വത്ത് സ്വായത്തമാക്കി, അതുകൊണ്ട് ബീവറേജസ് കോർപ്പറേഷനുകളിലും മയക്കുമരുന്ന് മാഫിയകളുടെ കൈകളിലും അമരുന്ന പുതിയ യുവത്വത്തെ കുറിച്ച് നമ്മൾ എന്തു പറയണം? ലയണൽ മെസ്സിയും നെയ്മറും ബൂട്ട് കെട്ടുമ്പോൾ ആ ബൂട്ട് കെട്ടുന്നത് ആസ്വദിക്കാൻ സമയം കണ്ടെത്തുന്നവർ, നീറുന്ന സാമൂഹിക പ്രശ്നങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് ജീവിക്കുന്ന പുതിയ തലമുറയെ കുറിച്ച് നമ്മൾ എന്തു പറയണം? എല്ലായിടത്തും കേൾക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കുകളാണ്. എല്ലാവർക്കും പറയാനുള്ളത്, ഒരാൾ അവിടെ കെട്ടിത്തൂങ്ങി ചത്തു, വേറെ ഒരു പെൺകുട്ടി മാതാവിനെയും പിതാവിനെയും വിട്ട് ഏകസന്തതി അവൾ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ICUവിൽ അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വേറെ ചിലയിടത്ത് കേൾക്കുന്നത് മരം ചുറ്റി പ്രണയങ്ങൾ അവസാനം കുടുംബ കോടതികളിൽ എത്തിച്ചേർന്ന നാശത്തിന്റെ കഥകളാണ്. കുടുംബ കോടതികളിൽ അവിടെ താടിക്ക് കയ്യും കൊടുത്ത് മുഖം പൊത്തി കരയുന്ന ഒരു പിഞ്ചോമനെ ഇരിക്കുന്നു. ഇവരുടെ പ്രണയകാലത്തെ ആസ്വാദനങ്ങളുടെ വേസ്റ്റായി യൂട്രസിലെത്തി. യൂട്രസിൽ നിന്ന് മനുഷ്യനെന്ന് പേര് കിട്ടി ജനിച്ചു വീണ കുഞ്ഞ് മാതാവിന്റെയും പിതാവിന്റെയും ഡൈവോഴ്സ് നോട്ടീസുകളുടെ വാദം നടക്കുമ്പോൾ ഇനി ഞാൻ എങ്ങോട്ട് എന്ന് ചോദിച്ച് ജീവിക്കുന്ന അനാഥ ബാല്യങ്ങൾ, ആ അനാഥ ബാല്യങ്ങൾ, ഇങ്ങനത്തെ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ നെഗറ്റീവ് റിപ്പോർട്ടുകളുടെ റിപ്പോർട്ടിങ്ങിലേക്കല്ല, നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, വ്യക്തമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്ക് കടന്നെത്തിയ കുറെ മനുഷ്യരെ കുറിച്ച്, ജീവിതത്തിലേക്ക് അതിശക്തമായി പ്രവേശിച്ച യുവത്വങ്ങളെ കുറിച്ച്, സ്വന്തം അയൽവാസിയായ രോഗിയുടെ ക്യാൻസർ രോഗിയുടെ മുഖത്ത് നിന്ന് ഇറ്റി വീടുന്ന ചെലവും ചോരയും തുടച്ച് അതിൽ പഞ്ഞിവെച്ച് കെട്ടി പാലിയേറ്റീവ് മെഡിസിന്റെ വ്യത്യസ്തമായ മെഡിസിനുകൾ, ഗുളികകൾ പൊട്ടിച്ചയാളുടെ കയ്യിൽ കൊടുത്ത് അത് കുടിച്ചു എന്ന് ഉറപ്പുവരുത്തി ആശ്വാസവാക്ക് പറഞ്ഞ് 8:10 അടുത്ത ബസ്സിന് കോളേജിലേക്ക് കയറുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. ബൈക്കിൽ 3-4 ആളും വെച്ച് 110 സ്പീഡിൽ ഇവിടുത്തെ ദേശീയ പാതകളിലൂടെ വാഹനങ്ങൾക്കിടയിലൂടെ അഭ്യാസം പ്രകടിപ്പിക്കുന്ന അതേ യുവത്വങ്ങൾക്കിടയിൽ നിന്ന്, സ്വന്തം കൂട്ടുകാരെ റാഗ് ചെയ്ത് കൊല്ലുന്ന ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് റാഗ് ചെയ്തവനെയും റാഗ് ചെയ്യപ്പെട്ടവനെയും ഒരുപോലെ കടന്നെത്തി സംസാരിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന പോസിറ്റീവ് റിപ്പോർട്ടുകൾ മീഡിയകൾക്ക് വേണമെങ്കിൽ തരാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ ഉള്ളിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നിർമ്മാണാത്മകമായ, ക്രിയാത്മകമായ, ക്രിയേറ്റീവായ അത്തരം ഒരു യുവത്വത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ചിന്തക്കാണ് ഇന്നത്തെ ദിവസം എന്റെ സംഭാഷണം ഉപയോഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, യുവാക്കളെ കുറിച്ച് എന്ന് പറയുമ്പോൾ ആരെ കുറിച്ചാ? നമ്മുടെ അനിയനെ കുറിച്ച്, നമ്മുടെ ജേഷ്ഠനെ കുറിച്ച്, അയൽപ്പക്കത്തുള്ള ചെറുപ്പക്കാരനെ കുറിച്ച്, പെണ്ണെ നിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണം പ്രാപിക്കുന്ന കുഞ്ഞിനെ കുറിച്ച്, ഇന്ന് കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന 1.5 വയസ്സുകാരനെ കുറിച്ച്, 10 വയസ്സുകാരനെ കുറിച്ച്, 15 വയസ്സുകാരനെ കുറിച്ച്, അല്ലെ, അവരെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന് മഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി ഇരിക്കണ്. ബസ്സിൽ കയറിയിരുന്നു, ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ലോറി വന്ന് ബസ്സിനെ ചാരി. ലോറി പോയി, ബസ്സും പോയി. അടുത്തിരിക്കുന്ന ആളുടെ കാലിൽ നനവ് കണ്ടപ്പോൾ അയാൾ കാല് പൊക്കി നോക്കി, ബ്ലഡാണ്. പഠിച്ചോനെ, ഇവിടുന്ന് എങ്ങനെ ബ്ലഡ് വന്നത്? അപ്പോ ലോറി ബസ്സിനെ ചാരിപ്പോയപ്പോൾ ആ കമ്പിയിൽ ചാരി ഉറങ്ങിയ അവന്റെ തലയിൽ ഇത് സ്പർശിച്ചതും ബ്ലഡ് ഒഴുകുന്നതും അവൻ അബോധാവസ്ഥയിലേക്ക് പോയതൊന്നും ഈ തൊട്ടടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ, ഈ സഹയാത്രികൻ അറിഞ്ഞിട്ടില്ല. ഉടനെ അദ്ദേഹം ബഹളുണ്ടാക്കി. ബസ്സിലെ ജീവനക്കാരും അല്ലാത്തവരൊക്കെ അവന്റെ പോക്കറ്റ് പരിശോധിച്ചു നോക്കുമ്പോൾ സെൽഫോൺ ഒന്നുള്ള കാലൊന്നുമല്ല. അതേ ഇപ്പോൾ കേരളത്തിലെ ഉന്നതമായ ഒരു ആശുപത്രിയിൽ നെഞ്ചോളം നീണ്ടു നിൽക്കുന്ന താടി വെച്ച് തന്റെ ചികിത്സക്കിടയിലും പ്രബോധന പ്രക്രിയകൾ നിർവഹിക്കുന്ന ഇവിടെയുള്ള എന്റെ പല സഹപ്രവർത്തകർക്കും അറിയുന്ന വളരെ പ്രമുഖനും പ്രശസ്തനുമായ ഒരു ഓർത്തോ ഡോക്ടറാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10, 25, 20 മിനിമം 20 വർഷങ്ങൾക്കെങ്കിലും മുമ്പുള്ള ഒരു അനുഭവമാണ്. പെട്ടെന്ന് കയ്യിലെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ കാർഡിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായി.
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ വിദ്യാർത്ഥിയെ അവര് കോളേജിൽ എത്തിച്ചപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ ICU, അവിടുത്തെ വെന്റിലേറ്റർ ഒക്കെ അവിടുത്തെ ഒരു കുട്ടിക്ക് വേണ്ടി ഫാസ്റ്റ് ആകുമല്ലോ. ഇടയ്ക്ക് അവന് ബോധം വന്നപ്പോൾ ബോധാവസ്ഥയിലേക്ക് എത്തിയ അവൻ പൂർത്തിയാക്കാൻ ശ്രമിച്ച വാചകം എന്തായിരുന്നു എന്നറിയോ? എന്റെ കയ്യിൽ MSMന്റെ ഒരു 350 രൂപയുണ്ട്, ആ പൈസ MSMനെ തിരിച്ചേൽപ്പിക്കണം, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്കൊരു കടമായി മാറരുത്. അവൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയി. അവൻ അബോധാവസ്ഥയിലേക്ക് പോയിടത്തു നിന്ന് ഒരു ചിന്ത ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ശാരീരികമായി പരിക്കുപറ്റി തലക്ക് ക്ഷതമേറ്റ് അവൻ ICUവിൽ കിടക്കുമ്പോൾ വന്ന ബോധത്തിൽ നിന്ന് ആരാണ് അവനെ കൊണ്ട് തന്റെ കയ്യിലുള്ള പൊതുമുതലിനെ സംബന്ധിച്ച്, പൊതു സ്വത്തിനെ സംബന്ധിച്ച് പലരുടെയും കൈകളിൽ നിന്ന് പിരിച്ചെടുത്ത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ ക്ലാസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടിലെ 350 രൂപ തിരിച്ചേൽപ്പിക്കണമെന്ന ബോധം അവന് കൊടുത്തത് ആരാണ്? മതത്തിന്റെ വിജ്ഞാനങ്ങൾ അവന് നൽകിയ തിരിച്ചറിവായിരുന്നു അത്. അതുകൊണ്ട് മതപ്രബോധന രംഗത്തെ ഇത്തരം സദസ്സുകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ അപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അവനെ ലഭിച്ച തസ്കിയത്ത് ക്ലാസ്സിലൂടെ, തർബിയത്ത് ക്ലാസ്സുകളിലൂടെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു പൊതുസത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകേണ്ട സൂക്ഷ്മതയെ കുറിച്ച്. യുദ്ധം കഴിഞ്ഞ് യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് ഒരു പുതപ്പെടുത്ത് വീട്ടിലേക്ക് പോയ മനുഷ്യനെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം അവന്റെ ഓർമ്മയിലേക്ക് വന്നിരിക്കണം. അയാളെ ഞാൻ കണ്ടു, ഈ തീയിന്റെ പുതപ്പിന്റെ ഉള്ളിൽ അയാൾ വെന്തെരിയുന്നത് ഞാൻ കണ്ടു. ഈ വാചകം അയാളുടെ മനസ്സിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നോക്കൂ, നിങ്ങൾ ഏത് മെഡിക്കൽ രംഗത്തെ റെപ്രസെന്റേറ്റീവ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാലും, സാറേ ഞങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗുളിക ഇത്ര പെർസെന്റേജ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹോങ്കോങ്ങിലേക്ക് ഫാമിലി സഹിതം ഒരു ട്രിപ്പ് ഉണ്ട് അല്ലെ. നമ്മളെ ആശുപത്രിയിൽ ക്യൂല് നിൽക്കുമ്പോ ടോക്കൺ എടുക്കാതെ നല്ല വെൽ ഡ്രസ്ഡ് ആയ ചില ആളുകൾ വരും അല്ലെ. അവര് നേരെ ഉള്ളിലേക്ക് കയറും, ഉള്ളിലേക്ക് കയറിയിട്ട് മരുന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആരെങ്കിലും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് വ്യക്തി ജീവിതത്തിൽ ഒരു വിശുദ്ധി പാലിക്കാൻ വേണ്ടി കൂടി പറയണേ. എന്താ പറയണേ? സാറേ ഈ മരുന്ന് എഴുതണം, ഈ മരുന്ന് ഇത്ര എഴുതിയാൽ കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഹോങ്കോങ്ങിലേക്ക് ഒരു ട്രിപ്പ്, ബൈച്ചിങ്ങിലേക്ക് ഒരു ട്രിപ്പ്, അതൊക്കെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് എന്നാണ് അല്ലേ. ഈ ഡോക്ടർ അടുത്ത് വന്നിട്ട് സുഹൃത്തുക്കളെ ആരങ്ങനെ പറഞ്ഞാലും അയാൾ അവരെ ഓടിക്കും. അയാളുടെ കൗണ്ടറിൽ നിങ്ങൾ പോയാൽ കാണാം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇത്ര മുതൽ ഇത്ര വരെ മാത്രമേ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകൾക്ക് ഇവിടെ വരാൻ പെർമിഷൻ ഉള്ളൂ എന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു ചെറുപ്പക്കാരനെ സൃഷ്ടിച്ചത് ആരാണ്? ഇത്തരം ഒരു ചെറുപ്പക്കാരനെ സൃഷ്ടിച്ചത് ആരാണ്? ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ആകാശം വിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കൊട്ടാരവും, ആ കൊട്ടാരത്തിന്റെ മുറ്റത്തെ മനോഹരമായ ഒരു കാറും, ആ കാറിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സുന്ദരിയായ ഒരു പെണ്ണും എന്ന മാനസികാവസ്ഥയിൽ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ധൃതിയിൽ എല്ലാം മറന്നുപോകുന്ന, തന്റെ മുന്നിലേക്ക് വയറ്റത്ത് കൈവച്ച് വേച്ചെത്തുന്ന തന്റെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയോട് മെഡിക്കൽ രംഗത്ത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ടതിന് ശേഷം അവർക്ക് ചീട്ടെഴുതി കൊടുത്ത് ക്യാഷ് വാങ്ങുമ്പോൾ അവരുടെ മടിശീലയിൽ നിന്ന് എടുത്തു കൊടുത്ത ആ പണം തികയാഞ്ഞിട്ട് ആ തികയാത്ത പണം അവരുടെ നേരെ വലിച്ചെറിഞ്ഞ് എന്റെ ഫീസ് 500 ആണെന്ന് അറിയില്ലേ എന്ന് പറയുന്ന ആളുകളായി മാറുന്ന പുതിയ കാലത്ത് ആരാണ് ഇങ്ങനത്തെ ഒരാളെ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്? നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനത് വിടുകയാണ്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെന്നും എന്താണ് അതിന്റെ കാരണമെന്നും ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇതേപോലെ എനിക്ക് പറയാൻ പറ്റും, എറണാകുളത്തിന്റെയും തൊട്ടടുത്തുള്ള ചില ജില്ലകളിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രൊഫ്കോൺ എന്ന പരിപാടി, അന്ന് സംഘടിപ്പിച്ച ആ പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കാൻ വേണ്ടിയൊക്കെ ഒരു ക്യാമ്പസിൽ എത്തിയപ്പോൾ ഉണ്ടായ അനുഭവം വ്യക്തിപരമായി പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നമ്മളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബന്ധമുള്ള എന്റെ സുഹൃത്തിന്റെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ രാവിലെ ഫ്രഷ് ആകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ റൂമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നപ്പോ ഒരു മുസല്ലുണ്ട് അദ്ദേഹത്തിന്റെ പെട്ടിയുടെ മുകളിൽ. അപ്പൊ നമ്മൾ ചോദിച്ചു, മോനെ ജമാഅത്തിനൊന്നും പോകലില്ലേ?
ഇവിടുന്ന് തന്നെ നിസ്കരിക്കലാണോ? അവന്റെ മുഖം തുടുത്തു. അവന്റെ സംഭാഷണത്തിന് ഘനഗാംഭീര്യമുള്ള ശബ്ദമായി മാറി. ഒരിത്തിരി തല താഴ്ത്തി വിഷമത്തോടുകൂടെ അവൻ പറഞ്ഞു, കണ്ടില്ലേ ആ കിടക്കുന്ന ആളുകളെ കണ്ടില്ലേ നിങ്ങള്? ഇന്നലെ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞതിന്റെ ഹാങ് ഓവർ തീർത്തതാണ് അവർ. ഇന്നലെ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞതിന്റെ ഹാങ് ഓവർ തീർത്തതാണ്. പാതി കുടിച്ചു തീർത്ത കുപ്പിയും, പൂർണ്ണമായി കുടിച്ച് പൊട്ടിപ്പോയ കുപ്പിയും, തീരെ കുടിക്കാത്ത കുപ്പിയും ഒക്കെ അവിടെ ചിതറിക്കിടക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് ബാലരമയിലെ കഥയല്ല, ജീവിതം കണ്ട അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ റൂമിൽ ആണ് എന്റെ ഉറക്കം. അവന്റെ ചോദ്യങ്ങൾ കേൾക്കുക. ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ ആലോചിച്ചിരുന്നോ? ഇവിടെ 5 കൊല്ലം എനിക്ക് പൂർത്തിയാക്കണം, 5-8 സെമസ്റ്ററുകൾ ഞാൻ പൂർത്തിയാക്കണം. എന്റെ ഉപ്പ എന്നെ എങ്ങനെയാണ് പഠിപ്പിക്കണത് നിങ്ങൾക്കറിയാലോ, എന്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാലോ. ഒരിക്കലും ആ കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ, വീടിനെ കുറിച്ച് ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ കോഴ്സ് അവസാനിപ്പിച്ച് ഞാൻ പോകുമായിരുന്നു. കാരണം ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാൽ ഇവിടെ റഹ്മത്തിന്റെ മലക്ക് വരുമോന്ന് എനിക്ക് പേടിയാണ്. ഈ മദ്യപാനികളുടെ മധ്യത്തിൽ ഞാൻ ജീവിക്കുമ്പോ. അപ്പൊ സുന്നത്ത് ഞാൻ ഇവിടുന്ന് നിസ്കരിക്കും. സുന്നത്ത് ഇവിടുന്ന് നിസ്കരിക്കുന്നത് ഞാൻ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്ന പടച്ചോനെ, റഹ്മത്തിന്റെ മലക്കുകളെ എന്റെ അടുത്തേക്ക് നീ വിടണേ. എന്റെ അന്ത്യനിമിഷങ്ങൾക്ക് റഹ്മത്തിന്റെ മാലാഖമാരുടെ സാക്ഷിത്വം ഉണ്ടാകണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, ആരാണ് മദ്യപാനികൾക്കിടയിൽ നിന്നും സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ ഉമ്മയുടെ കയ്യിൽ നിന്നും മുസല്ല വാങ്ങി കൊണ്ടുപോകുന്ന ഒരു കുട്ടിയെ സൃഷ്ടിച്ചത്? എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. യുവാക്കളെ, ഇതിലേ എന്ന് പറയാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. സെൻസേഷണൽ മാധ്യമ പ്രവർത്തനത്തിന്റെ കാലത്ത് യുവത്വത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവുകളിലും മറൈൻ ഗ്രൗണ്ടുകളിലും ഒരുപക്ഷേ പരസ്യമായി തന്നെ പോലെ പ്രായമുള്ള ശരീരത്തിലെ പാതിഭാഗം കാണിച്ച പെണ്ണിനെ മാരോട് ചേർത്ത് വെച്ചവരുടെ ചുണ്ടി കടിച്ചു പിടിച്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെങ്കിൽ ഞാൻ പറയുന്നു, അതല്ല. കൈത്തണ്ടയിലേക്ക് വന്ന് വീഴുന്നത് രോഗാതുരമായ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തിയ മനുഷ്യരാണ്. എന്നിട്ട് അവരെ കൈത്തണ്ടയിലേക്ക് വലിച്ചെടുത്ത് കാഷ്വാലിറ്റികളിലേക്ക് അവരെയും കൊണ്ടോടുന്ന, അതിൽ അങ്ങേയറ്റത്തെ ആനന്ദം കാണുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആത്മാഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കുന്ന ഒരു കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് ഈ വിഷയം ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു നിങ്ങളോട്, ഇങ്ങനത്തെ നൂറുകണക്കിന് അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഒരു പള്ളിയുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെ പള്ളിയും ആ പള്ളി നിർമ്മിച്ചവരും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാകും. പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു അനുഭവം എനിക്ക് പറയാൻ പറ്റും. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, അവന്റെ സഹപ്രവർത്തകർക്ക് സുജൂദ് ചെയ്യാൻ ഇടമില്ലാതെ വന്നപ്പോൾ അവനെടുത്ത ഇനീഷ്യേഷൻ, അവനെടുത്ത ശ്രമങ്ങൾ, ഒരു പള്ളി വേണമെന്ന ചിന്തകൾ, അതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അല്ലേ? മെഡിക്കൽ കോളേജിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്കും പോയി പഠനം പാതി വഴിയിൽ മുടങ്ങി അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്, അവരെ പേരിൽ സങ്കടപ്പെടുന്ന എത്ര മാതാപിതാക്കളുണ്ട്, മക്കളെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ അടച്ച എത്ര പാരന്റ്സ് ഉണ്ട് സുഹൃത്തുക്കളെ. അതല്ലെങ്കിൽ 3-4 ആള് ബൈക്കിൽ കയറ്റി ബൈക്ക് കൊണ്ട് അഭ്യാസം പ്രകടിപ്പിച്ച് മാസം തികയുമ്പോൾ ഫീസ് വാങ്ങി അവസാനം കോഴ്സ് കഴിയുമ്പോൾ 25-30 പേപ്പറുകൾ ബാക്ക് പേപ്പറുകളായി. എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയിട്ടും എഞ്ചിനീയർ ആകാത്ത, മെഡിസിൻ പൂർത്തിയാക്കിയിട്ടും ഡോക്ടർ ആകാത്ത എത്ര കുട്ടികളുണ്ട്. അവർക്കിടയിൽ നിന്നാണ് പഠന തിരക്കുകൾക്കിടയിൽ ഒരു മിനിറ്റ് അവൻ കണ്ടെത്തുന്നത് ഇവിടെ ഒരു പള്ളി പൊങ്ങിയെങ്കിൽ അവന്റെ മനസ്സിലെ ആഗ്രഹമാണ്. മറൈൻ ഡ്രൈവിലെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഏതോ ഒരു പെണ്ണിനെ മാറോട് ചേർത്ത് വെച്ച് കിസ് ഓഫ് ലവ്, സ്വാതന്ത്ര്യത്തിന്റെ ചുംബനങ്ങൾ എന്ന് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്ത് അതിന് JP ജംഗ്ഷനുകളിലെ മീഡിയ ചർച്ചകളിൽ ന്യായവാദങ്ങളുമായി കടന്നെത്തുന്നവരോട് നമുക്ക് പറയാൻ സാധിക്കും, ക്രിയേറ്റീവായ നിർമ്മാണാത്മകമായ ഒരു ലോക സൃഷ്ടിപ്പിന് പറ്റുന്ന പ്രായാണിത്. മലകൾ മറിച്ചിടുന്ന എക്സ്കവേറ്ററുകളെക്കാളും JCB-യെക്കാളും ശക്തിയുള്ള പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. ആകാശത്തേക്ക് പറന്നുയരുന്ന മംഗളയാന്റെ പ്രവാഹത്തെക്കാളും ശക്തമായി ജീവിതത്തിലെ പദ്ധതികളെ ചലിപ്പിക്കാവുന്ന പ്രായത്തിൽ ഡാൻസിന്റെയും സംഗീതത്തിന്റെയും ആൽബങ്ങളുടെയും നഗ്നനൃത്തങ്ങളുടെയും ഇതുപോലെയുള്ള നൂറുകണക്കിന് തിന്മകളുടെ ലോകത്ത് നിന്ന് യുവാക്കളെ നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു. എങ്ങോട്ട്? തെളിച്ചമുള്ള മറ്റൊരു വഴിയിലേക്ക്. എനിക്കറിയാം,
കഴിഞ്ഞ പ്രോഫ്കോണിന്റെ കാലത്ത് നമ്മുടെ സുഹൃത്തുക്കൾ കോട്ടയം ജില്ലയിലെ ഒരു കുട്ടികൾ റൂം എടുത്ത് താമസിക്കുന്ന റൂമിന്റെ മുന്നിലെത്തി. ആ റൂമിന്റെ മുന്നിലെത്തിയ എന്റെ സഹപ്രവർത്തകർ അവിടെ ലൈറ്റ് അണഞ്ഞിട്ടില്ല, രാത്രി 12 മണിയായിട്ടുണ്ട്. ഇപ്പൊ കൂടെ വന്ന ആള് കഴിഞ്ഞ 4 വർഷവും ഇവിടെ ക്ഷണിക്കാൻ വന്ന ആള് പറഞ്ഞു, കഴിഞ്ഞ 4 വർഷവും നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട്, ആരും വന്നിട്ടില്ല, എന്ത് ചെയ്യണം? രാത്രി 12 മണിയായി. അപ്പൊ കൂടുതൽ ആള് പറഞ്ഞു, 4 വർഷം അവർ വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പോണം, ഈ വർഷം അവർ വരൂല. അപ്പൊ പ്രോഫ്കോണിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഇപ്പോൾ ഈ രാത്രി നമുക്ക് അവർക്ക് കൈമാറണം, നിർബന്ധമായിട്ടും ഈ രാത്രി കൈമാറണം. വാതിലിൽ മുട്ടി, കതക് തുറന്നു, ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, അല്ലെ? ചുമന്ന് കലങ്ങിയ കണ്ണുകൾ. അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് കിട്ടണം, ഒന്ന് ഇരിക്കണം. എന്താ? അവരിങ്ങനെ റൂമിലേക്ക് നോക്കുമ്പോ റൂമിൽ മനോഹരമായി സിഗരറ്റിന്റെ പാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഈഫൽ ഗോപുരത്തിന്റെ എഞ്ചിനീയറിംഗ് മികവിനെക്കാളും മനോഹരമായ എഞ്ചിനീയറിംഗ് മികവോടുകൂടി ജനവാതിലിന്റെ അറ്റത്ത് ഓരത്ത് അതിങ്ങനെ മനോഹരമായി ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ സച്ചിനുണ്ട്, ഇവിടെ ധോണിയുണ്ട്, ഇവിടെ ഷെറൂഖ് ഖാൻ ഉണ്ട്, ഇവിടെ സൽമാൻ ഖാൻ ഉണ്ട്, ഇവിടെ അങ്ങനെ അങ്ങനെ വെള്ളിത്തിരയിലെ താരകങ്ങളും ക്രിക്കറ്റ് ഭൂമിയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ നക്ഷത്രങ്ങളും സിനിമാ ഫീൽഡിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഒക്കെ ഉന്നതരായ അവരുടെ ആരാധനാ പുരുഷന്മാരൊക്കെ ഫോട്ടോയിൽ ഇതൊക്കെ കണ്ട് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന റൂമാണ്. എന്റെ സഹപ്രവർത്തകന്റെ കൽബ് പൊട്ടി. അവൻ പറഞ്ഞു, അവൻ കൃത്യമായി സംസാരിച്ചു, നിങ്ങളെയൊക്കെ കാത്ത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മയെയും ഉമ്മയെയും കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? ലേബർ റൂമിൽ നിന്ന് നിങ്ങളെ കൈത്തണ്ടയിലേക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ കരയുന്ന മുഖത്തെ തുടുത്ത നിങ്ങളുടെ മുഖം കണ്ട് അവർ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾക്കറിയോ? ഇതൊക്കെ ചെയ്യുന്നത് അവർ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതിന്റെ അപ്പുറത്ത് നിങ്ങളെ നിർമ്മിച്ച് പരിപാലിച്ച് സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടികർത്താവില്ലേ? അവനോട് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഈ ആശയത്തിലുള്ള സംഭാഷണം തുടർന്നു പോയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ആ ചുവന്ന കണ്ണുകളിൽ നിന്ന് കണ്ണീര് ചാലിട്ടൊഴുകി. ഈ രാത്രി 1 മണിയായപ്പോ അവൻ സംസാരക്ക് നിർത്തി പോകാനൊരുങ്ങുമ്പോൾ അവർ ചോദിച്ചു, ഇന്ന് രാത്രി ഇവിടെ താമസിച്ചുകൂടെ? നാളെ രാവിലെ കുറച്ചേരം കൂടി സംസാരിച്ചിട്ട് പോയാ പോരെ? ഞങ്ങൾ പിന്നെ വരാം, അല്ലേ? മങ്ങിക്കത്തുന്ന അവരുടെ ബൈക്കിന്റെ പിന്നെ ലൈറ്റ് തെളിയിച്ച് അവർക്ക് പോകാനുള്ള അടുത്ത കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയണം, ഈ ഇടവഴികളിലൂടെ രാത്രി മദ്യപിക്കുന്ന മനുഷ്യരെ തിരിച്ചു വിളിക്കാൻ, സമൂഹത്തിന് ഗുണപരമായി വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കാൻ പറ്റിയ ഈ ബൈക്ക് യാത്രികരെ ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഇവിടെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട് സുഹൃത്തുക്കളെ. ഒറ്റ കാര്യമുള്ളൂ, യുവാക്കളെ, ജനങ്ങളെ, നമ്മളൊക്കെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാണ് ഈ മാതൃകകളെയൊക്കെ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഈ മാതൃകകളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. എന്റെ സംസാരം കേൾക്കുന്നവരൊക്കെ സാഗൂതം ഞാൻ പറയുന്ന മണിക്കൂറുകളിൽ എന്റെ കൂടെ വരിക. 2 ആളുകൾ ഇങ്ങനെ വരികയാണ്. ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട്, ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട്. 2 പേര് ഒന്നിച്ച് കാണുന്നിടത്ത് സ്വയം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എങ്ങോട്ടാ? എന്താ വിശേഷം? എവിടുന്നാ വരുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ചോദ്യങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലേ? ഒരാൾ അങ്ങോട്ട് ചോദിക്കണേ, എങ്ങോട്ടാ പോകുന്നത്? എവിടുന്നാ വരുന്നത്? എന്താ പരിപാടി? 3 ചോദ്യം. എവിടേക്കാ പോകുന്നത്? എവിടുന്നാ വരുന്നത്? എന്താ പരിപാടി? ഈ 3 ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിക്കണം. ഈ 3 ചോദ്യവും ഓരോരുത്തരും സ്വയം ചോദിക്കണം. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മളൊക്കെ ചോദിക്കുക. എന്താ ചോദിക്കണ്ടേ? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാൻ ചോദിക്കുക, വയസ്സ് 31ആയി, എവിടുന്നാ വരുന്നേ? എങ്ങോട്ടാ ഇനി പോവുക? എന്താണ് ഈ വരവിന്റെയും പോക്കിന്റെയും ഇടയിലുള്ള പരിപാടി? ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഇടയിൽ വരച്ചൊരു ചെറിയ വരണ്ട്. ആ വര നീട്ടി വലിക്കാൻ ആർക്കും പറ്റൂല. അത് നിശ്ചയിച്ച സമയത്ത് അവസാനിക്കും. എവിടുന്നാ വരുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഈ കാലയളവിന്റെ ഇടയിലെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള പരിപാടികളൊക്കെ ഒന്ന് ചിന്തിക്കുക. രാവിലെയാകും, അല്ലെ? ചാടി എണീക്കും, വീട്ടിലെ കട്ടിലിന്റെ ഇപ്പുറത്തൊരു മുസല്ല വിരിച്ച് 4 ദിവസമായി അലക്കാത്ത തുണിയുടുത്തി, ഉറക്ക വസ്ത്രം ധരിച്ച്, ബനിയൻ വലിച്ചിട്ട്, പല്ലുപോലും ശരിക്ക് തേക്കാതെ, കണ്ണുപോലും വൃത്തിയാക്കാതെ, മുടി ചീകി ഒതുക്കാതെ, നെഞ്ചത്തേക്കോ അല്ലെങ്കിൽ വയറ്റത്തേക്കോ കൈ വീഴും. ചിലപ്പോൾ പുക്കളിന്റെ താഴെ കൈ വീഴും. 1.5 മിനിറ്റിന് ഒരു അഭ്യാസം കഴിയുമ്പോൾ സുബൈ നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കുളി, അല്ലേ? ഷവറിന്റെ താഴെ ഒരുപാട് സമയം ചെലവഴിച്ച് കുളിച്ച് റെഡിയായി ഒരുങ്ങി
പ്രിയപ്പെട്ടവരെ, പോകുന്നത് ജോലിസ്ഥലത്തേക്ക് പോകും മുമ്പ് നടത്തിയ ഒരിക്കലും നമസ്കാരത്തിന് വേണ്ടി നടത്തുന്നില്ല. ഒരിക്കലും നമസ്കാരം എന്നത് ഇത്തരം ഒരു ചിന്തയിൽ വരുന്നില്ല. പിന്നെ ജോലി ചെയ്യുന്ന ഷോപ്പിലെത്തി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തി, അവിടെയുള്ള അഭ്യാസങ്ങളും അവിടെയുള്ള പ്രകടനങ്ങളും ഒക്കെ അതിന്റെ ഇടയ്ക്ക് ളുഹ്റും അസ്റും ഒക്കെ ചെയ്താലായി, ചെയ്തിട്ടില്ലെങ്കിൽ ആയില്ല. അവസാനം വൈക്കോലിലെ നെല്ല് മുഴുവൻ കൊടഞ്ഞെടുത്ത് ആ കറ്റ, ഏറ്റവും ദ്രവിച്ച ആ കറ്റയില്ലേ, ആ കറ്റ പോലെ വൈകുന്നേരം വന്ന് നിവർത്തി വിരിച്ച ബെഡിലേക്ക് മറിഞ്ഞു വീണ് ഒരു ദിവസം അവസാനിക്കുന്നു. പ്രഭാതത്തിൽ ഉദിച്ച സൂര്യൻ ഉദിച്ചതും വൈകുന്നേരത്ത് അസ്തമിച്ച സൂര്യൻ അസ്തമിച്ചതും മാത്രമാണ് നമുക്ക് അടയാള കല്ലുകളായി പലപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആലോചിക്കണം, ശരിക്കാലോചിക്കണം. യൂട്യൂബിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ എംബ്രിയോ സയൻസുമായി ബന്ധപ്പെട്ട, ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണുന്ന മനുഷ്യന്റെ യാത്രാരംഭമുണ്ട്, അല്ലേ? മനുഷ്യന്റെ ജേണിയുടെ, യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ അത് കാണേണ്ട കാഴ്ചയാണ്. പിതാവിന്റെയും മാതാവിന്റെയും ശാരീരിക ബന്ധം നടക്കുന്നു. ആ ശാരീരിക ബന്ധം നടക്കുമ്പോൾ ശാരീരിക ബന്ധത്തിൽ നിന്ന് ആ തെറിച്ചു വീഴുന്ന പതിനായിരക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ബീജഗണങ്ങളിലെ കേവലം ഒരു ബീജഗണമായി നമ്മൾ യാത്ര ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന ആ ബീജഗണം മനുഷ്യന്റെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത, മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ആ ബീജഗണമായിരുന്നു മദ്യശാലയിൽ ക്യൂ നിൽക്കുന്ന നമ്മൾ, അതല്ലെങ്കിൽ വ്യഭിചാരശാലയിലേക്ക് നടന്നു പോകുന്ന മനുഷ്യർ, അതല്ലെങ്കിൽ ക്രിക്കറ്റ് ഗാലറികളിൽ നിന്ന് ഹായ് സച്ചിൻ എന്നാർത്ത് വിളിക്കുന്ന മനുഷ്യർ, അതല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഇരുന്ന് ഇവിടുത്തെ ഫിലിം സ്റ്റാറുകൾക്ക് വേണ്ടി കൈയടിച്ചിരുന്ന മനുഷ്യർ, അതല്ലെങ്കിൽ ജീവിതത്തിൽ അജണ്ട ഇല്ലാതെ ഫാഷനുകൾക്ക് പിന്നാലെ പോയി മാറി വരുന്ന സിനിമകൾക്കനുസരിച്ച് വസ്ത്രം മാറ്റി, ജീവിതത്തിൽ നമസ്കാരത്തിന് ചിട്ടയില്ലാതെ, റമദാൻ മാസം വന്നതറിയാതെ, അത് പോയതറിയാതെ, രോഗികളായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ, ജീവിതത്തിൽ അജണ്ടയില്ലാതെ പോകുന്ന മനുഷ്യർ, അവർക്കൊക്കെ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മയുടെ അണ്ടവുമായി കൂടിച്ചേർന്ന് അവിടെ ഒരു സങ്കീർണമായ ഒരു കൂടിച്ചേരൽ നടക്കുകയാണ്. എന്നിട്ടുണ്ട് ഒരു യാത്ര നിങ്ങൾ കാണുന്നത്. ഞാനത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ടതാ. അണ്ടവാഹി കുഴലിലൂടെ മെല്ലെ അതിങ്ങനെ നീങ്ങുകയാണ്. ഒരു തൂവലിന്റെ അറ്റത്തെക്കാളും മൃദുലമായ ഒരു സാധനം അതിനെങ്ങനെ മൂവിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ ഒരു കോമൺ അഡ്രസ് ഉള്ള ടൈം ഉണ്ടായിരുന്നു. ഒരു കോമൺ അഡ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമക്കും എന്ന് വേണ്ട പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ആർത്തു വിളിക്കുന്ന ഗാലറിക്കു മധ്യേ 100-ൽ 100 തികച്ച് അഭിമാനപൂർവ്വം ബാറ്റ് ഉയർത്തിയ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറിനും മംഗളയാൻ വിക്ഷേപണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തയാൾക്കും ലോക ചരിത്രത്തിലെ അത്യപാരമായ കണ്ടെത്തലിലൂടെ ഊർജത്തെ മനുഷ്യന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാക്കിയ ഐൻസ്റ്റീനും എന്ന് വേണ്ട നിയോൺ ബൾബുകൾ കെടുമ്പോൾ, പെരുമ്പാവൂരിലെ അങ്ങാടി വെളിച്ചങ്ങൾ കെടുമ്പോൾ അങ്ങാടി വെളിച്ചത്തിന്റെ താഴെ കീറച്ചാക്ക് വിരിച്ച് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്തുറങ്ങുന്ന, ഉറങ്ങാൻ കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ അന്തിയുറങ്ങുന്ന ഇവിടുത്തെ തമിഴ് പെൺകുട്ടിക്കുമൊക്കെ ഒരു കോമൺ അഡ്രസ് ഉണ്ടായിരുന്നു. എന്താ പേര് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ബീജം, അല്ലെങ്കിൽ ഭ്രൂണം, അല്ലെങ്കിൽ സിക്താണ്ഡം. എവിടെ വീട്? യൂട്രസ്. മാതാവിന്റെ ഗർഭാശയഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു ഘട്ടം. ഖുർആൻ ചോദിച്ചു, ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ നംശാജിൻ നബ്തലി വജഅൽനാഹു സമീഅൻ ബസീറാ. അള്ളാഹുവിന്റെ ചോദ്യം ലോകത്ത് കാതുള്ളവരോട്, കൽബുള്ളവരോട്, മസ്തിഷ്കമുള്ളവരോട്, ചിന്തിക്കാൻ നേരമുള്ളവരോട്, ജീവിതത്തിന്റെ പ്രൗഢികളിൽ നിന്ന് മോടികളിലേക്ക് ഓടിപ്പാഞ്ഞു നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരിത്തിരി ശാന്തമായ തീരത്ത് തന്നെ കുറിച്ചും തന്റെ യാത്രാവസാനങ്ങളെ കുറിച്ചും, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഇനി എന്താണ് പദ്ധതി, മണ്ണിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്രയെ കുറിച്ചും ഒക്കെ ഓർക്കുന്നവരോട് ഖുർആൻ ചോദിക്കുക, മനുഷ്യരെ, ഒരു പ്രത്യേക കാലഘട്ടം നിങ്ങൾക്ക് വന്നിട്ടില്ലേ?
ലം യകുൻ ശൈഅൻ മദ്കൂറാ, അന്ന് നിനക്ക് പേരില്ല, അന്ന് നീ എഞ്ചിനീയർ അല്ല, അന്ന് നീ ഡോക്ടർ അല്ല, അന്ന് നീ പൊളിറ്റീഷ്യൻ അല്ല, അന്ന് നീ മുഖ്യമന്ത്രി അല്ല, അന്ന് ബീക്കൺ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ദേശീയ പാതകളിലൂടെ ഓടുന്ന വാഹനത്തിന് എസ്കോർട്ടും അതേപോലെ തന്നെ പൈലറ്റ് വാഹനവും ഒരുക്കി യാത്ര ചെയ്യുന്ന ഇവിടുത്തെ മിനിസ്റ്റർ അല്ല, ഇവിടുത്തെ വ്യാപാരി അല്ല, ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനികളിലെ ഉദ്യോഗസ്ഥനല്ല, പാടത്തധ്വാനിക്കുന്ന പാവപ്പെട്ട പണിക്കാരനല്ല, അതല്ലെങ്കിൽ ജീവിതത്തിലെ പെടാപാടുകളോട് പൊരുതുന്നയാളല്ല, നീ എന്ന് ക്യാൻസർ രോഗിയല്ല, നീ എന്ന് അനാഥനല്ല, നീ എന്ന് വിധവയല്ല, നീ എന്ന് ആരുമല്ല, നിനക്ക് പേരില്ല, ഊരില്ല, നാടില്ല, ഒന്നുമില്ല. പിന്നെയോ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, പിന്നെ നാമാണ് മനുഷ്യനെ ഒട്ടിപ്പിടിച്ച ബീജഗണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചത്. മനുഷ്യ, നിനക്കത് ഓർമ്മയുണ്ടോ? പള്ളി മിനാരങ്ങളിൽ നിന്ന് അങ്ങാടിയിൽ ബിസിനസ് നടത്തുന്ന മനുഷ്യ, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന മനുഷ്യ, മദ്യപാനത്തിന് പോകാൻ ഒരുങ്ങുന്ന മനുഷ്യ, ആശുപത്രിയിലെ വേദനകളിൽ നിന്ന് മെല്ലെ റോട്ടിലേക്ക് ഇറങ്ങിയ മനുഷ്യ, മെഡിക്കൽ കൗണ്ടറിൽ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന മനുഷ്യ, നിസ്കാരമായിട്ടുണ്ട് ഇങ്ങോട്ട് പോരുമോനെ എന്ന് പള്ളിമിനാരങ്ങൾ വിജയത്തിന്റെ വിളി, നമസ്കാരത്തിന്റെ വിളി നടത്തുമ്പോൾ മനുഷ്യനോർത്തിട്ടുണ്ടോ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, മനുഷ്യനെ നാമാണ് ഒട്ടിപ്പിടിച്ച ബീജഗണങ്ങളിൽ നിന്ന് അവനെ പടച്ചത് നാമാണ്. എന്തിനാ? നബ്തലി. അതാണ് ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറഞ്ഞത്. ഒരു ദർശനത്തിനും പറയാൻ കഴിയാത്ത ലക്ഷ്യം നബ്തലി, അവനെ പരിശോധിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കണം. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചിരിക്കുന്ന ഈ സമ്മേളന നഗരിയിൽ 2015 ഈ പ്രൗഢമായ തുടക്കത്തിൽ നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം, ഞാൻ എന്ത് ചെയ്തു നോക്കിങ്ങളെ. എന്നിട്ട് പടച്ചോൻ അതിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരാണ് നമ്മളെ. അണ്ടവാഹിനി കുഴലിലൂടെ യാത്ര നടത്തി യൂട്രസിൽ ഒട്ടിപ്പിടിച്ചു നിന്ന് മനുഷ്യ കുഞ്ഞായി ജനിച്ചു വീണ ഓരോ കുഞ്ഞിന്റെയും തലച്ചോറിൽ ഓരോ വൈകുന്നേരവും ഇങ്ങനെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒരിക്കലും പറയാൻ, എത്ര ആവർത്തനം വന്നാലും പറയാൻ മടിക്കാത്തൊരു കാര്യമാണ്. എന്തെന്നറിയോ? നമ്മളെ സുബ്ഹാനല്ലാഹിന്റെ അല്ലാഹു അക്ബറിലേക്ക് അർത്ഥം ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പോയിന്റ്. നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 വട്ടം പറയുന്നു. എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ? ശരിക്കൊരു 3 കുത്തു ഒരു എക്സ്ക്ലമേറ്ററി ഉണ്ട് അവിടെ. അല്ലാഹു എത്ര പരിശുദ്ധൻ, അൽഹംദുലില്ലാഹ് കണ്ടു ബോധ്യപ്പെട്ട് തൃപ്തി അടിയുമ്പോഴതാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി യേശുക്രിസ്തുവിന് സ്തുതി, ശ്രീരാമന് സ്തുതി എന്നൊക്കെ പറയുമ്പോ മുസ്ലിം അവന്റെ പറക്കമുറ്റാത്ത കുഞ്ഞിനെയും തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പാമ്പേഴ്സ് കെട്ടിക്കൊടുത്തി ഉമ്മ അവളെ അല്ലെങ്കിൽ അവനെ അടുത്ത് നിർത്തി നെഞ്ചത്ത് കൈവച്ച് പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം അറിഞ്ഞിട്ടല്ല ചൊല്ലണ്ടേ, അർത്ഥം അറിഞ്ഞിട്ടല്ല. നമുക്ക് കറക്റ്റ് അർത്ഥം അറിഞ്ഞു ചൊല്ലാൻ പറ്റിയ 3 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മനുഷ്യന്റെ ബ്രെയിൻ, മനുഷ്യന്റെ തലച്ചോറ്. ആ തലച്ചോറിന്റെ വെയിറ്റ് 1.3 കിലോഗ്രാം, 1.3 അഥവാ 1.300 ഉള്ള ഒരു സാധനം. അതിന്റെ ഉള്ളിൽ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഞരമ്പുകളുണ്ടല്ലോ, ആ ഞരമ്പ് നമുക്ക് പോലും ഗോചരമല്ലാത്ത മെഡിക്കൽ സയൻസിലെ അത്യത്ഭുതകരമായ ഉപകരണങ്ങൾ വഴി കാണാൻ പറ്റുന്ന ആ ഞരമ്പുകളെ ആർക്കെങ്കിലും പുറത്തെടുത്ത് അതിങ്ങനെ നീർത്തി വെക്കാൻ പറ്റുമെങ്കിൽ, വളവില്ലാതെ നീർത്തി വെക്കാൻ പറ്റുമെങ്കിൽ 490-ലധികം കിലോമീറ്റർ കോഴിക്കോട് മുതൽ ചെന്നൈ വരെയുള്ള ദൂരം അതിങ്ങനെ നീർത്തി വെക്കാന്നാണ്. ഇത് തലച്ചോറിന്റെ ഉള്ളിലുണ്ട് അല്ലേ? ഇത് ഇത്ര വ്യവസ്ഥാപിതമായി അടുക്കി വെച്ച ഒരാളെ കുറിച്ച് നമ്മൾ ഓർക്കലുണ്ടോ? അവിടുന്നാ നമ്മൾ പോന്നത്? എന്താ നമ്മൾ വഴിയിൽ വെച്ച് ചോദിച്ചേ? എവിടുന്നാ പോന്നത്? എങ്ങട്ടാ പോണേ? എന്താ പരിപാടി എന്നാ ചോദിച്ചേ അല്ലെ? എവിടുന്നാ പോന്നതെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടാൽ അറക്കുന്ന ഈ വസ്തുവിൽ നമ്മൾ ഉണ്ടാക്കിയ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കലില്ല. ആ 490 കിലോമീറ്ററിലേക്ക് 1 കിലോമീറ്റർ വേണ്ട, ഒരു സൂചിമനന്റെ അത്ര സ്ഥലം ഒരു ദ്വാരം വീണാൽ അവിടെ എന്ത് ചെയ്യുന്നറിയോ? അവൻ കണ്ണു മലച്ച് വായിൽ നിന്ന് അരിയുമ്പോ അധികം അങ്ങനെ കിടക്കും. മയ്യിത്ത് എന്നാ പിന്നെ പേര്. ലോകത്തെ ഏറ്റവും വലിയ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറായിട്ടും കാര്യമല്ല, നിശ്ചലമായി അത്ര ദുർബലനാണ് മനുഷ്യൻ.
അത്ര ദുർബലനാണ് അല്ലേ? ജസ്റ്റ് ചെറിയൊരു ദ്വാരം വീണാൽ മതി, അവസാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ തലച്ചോറിനെയും ഒരു ഫോണിനെയും നിങ്ങൾ കമ്പയർ ചെയ്താൽ, ലോകത്ത് 700 കോടി മനുഷ്യരുണ്ട്. 700 കോടി മനുഷ്യർക്കും ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 700 കോടി മനുഷ്യർക്കും ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ എത്ര വയർ കണക്ഷനുകൾ ഉണ്ട്? ആ വയർ കണക്ഷനുകൾ മൊത്തം ഈ പ്രപഞ്ചം മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ഞരമ്പുകളുടെ അല്ലെങ്കിൽ ന്യൂറോ കണക്ഷനുകൾ, ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് സെൻസ് കൊടുക്കുന്ന, തിരിച്ചറിവ് കൊടുക്കുന്ന മനുഷ്യാവയവമാണ്, നമുക്ക് ഗോചരമല്ലാത്ത അവയവം. ഇത് മൈക്കാണ് എന്ന് എനിക്ക് പറഞ്ഞിരുന്നത് കണ്ണല്ല. എന്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചിരിക്കുന്നുണ്ട് എന്നെനിക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കലും എന്റെ കണ്ണല്ല. കണ്ണു കൊടുക്കുന്ന ഡാറ്റന്റെ അടിസ്ഥാനത്തിൽ എന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ന്യൂറോണുകളാണ്. ആ ന്യൂറോൺ സംവിധാനം, മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് ന്യൂറോൺ സംവിധാനങ്ങളുണ്ട്. ആ ന്യൂറോൺ സംവിധാനങ്ങൾ ആരാ വ്യവസ്ഥപ്പെടുത്തിയത്? അള്ളയാണ് അല്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. എല്ലാറ്റിനെയും ഇണയായി പടച്ചവൻ എത്ര പരമ പരിശുദ്ധനാണ്. അപ്പൊ എന്റെ തലച്ചോറിന്റെ ഉള്ളിൽ ഒരു കുറഞ്ഞ ന്യൂറോണുകൾ ഇല്ലെങ്കിൽ ഞാനൊരു മന്ദബുദ്ധിയാണ് സുഹൃത്തുക്കളെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അല്ലേ? 14 തകരാറ് സംഭവിച്ചാൽ ഒരുപക്ഷെ നാട്ടിലുള്ള പലരെയും നമ്മൾ റോട്ടിൽ കാണുന്നുണ്ട്. മുടിയൊക്കെ ചീകാതെ താടിയൊക്കെ വളർത്തി അങ്ങനെ അവർ നടക്കുകയാണ്. എന്തൊക്കെയോ സംസാരിച്ച്. എന്തേ പ്രശ്നം? അവര് ന്യൂറോണുകൾക്ക് തകരാറുണ്ട്, അവരുടെ തലച്ചോറിന് തകരാറുണ്ട്. അത് തന്നെയാണ് പ്രശ്നം അല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ക്രമീകരിക്കുന്ന റബ്ബിനെ അറിയാൻ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ഹൃദയം 1,00,000 തവണ മിടിച്ചോണ്ടിരിക്കുന്നു എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. ആ ഹൃദയം മിടിക്കാൻ നമ്മൾ വല്ല സ്വിച്ചും വെച്ചിട്ടുണ്ടോ? രാവിലെ എണീറ്റിട്ട് ഒരു സ്വിച്ച് ഇട്ടിട്ടാണോ? അപ്പോ സ്വാഭാവികമായും ഇതൊക്കെ വ്യവസ്ഥാപിതമായ ഒരു ക്രമം അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റബ്ബിനെ അറിയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് സ്വയം ആലോചിക്കണം. അഹസിബത്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങളെ വെറുതെ പഠിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. ഒരിക്കലല്ല. എന്തിനാ മനുഷ്യനെ പഠിച്ചത്? മനസ്സിനെ പഠിച്ചത് മറ്റൊന്നിനുമല്ല, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സുകൃതം ചെയ്ത് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണം വരുമ്പോഴാണ് അവസാനം പിന്നീട് വിലാപങ്ങൾ ഉണ്ടാകുന്നത്. മരണം വരുമ്പോൾ മനുഷ്യനുയർത്തുന്ന വിലാപം എന്താണ്? മരണം വരുമ്പോൾ മനുഷ്യനുയർത്തുന്ന വിലാപം എന്താ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഞാന് എന്നെ ഒന്ന് പിന്തിക്കുകയാണെങ്കിൽ ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. മനുഷ്യരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, വെന്റിലേറ്ററിൽ കിടന്ന്, അതല്ലെങ്കിൽ ടാങ്കർ ലോറിയുടെ ചക്രത്തിന്റെ അടിയിൽ കിടന്ന്, അതുമല്ലെങ്കിൽ മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന മൃതശരീരമായി മാറുന്ന ആത്മഹത്യാ മുനമ്പുകളിൽ കിടന്ന് മനുഷ്യൻ പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്നെ തിരിച്ചു കൊണ്ടുപോകണേ, ഞാൻ സുകൃതം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന് പറയുമ്പോൾ റബ്ബ് പറയാ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ആ പറയുന്ന ആള് പറയുന്ന കേവലം ചില വരികൾ മാത്രമാണത്, ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പുള്ള ഒരു ആത്മപരിശോധനയാണ് സുഹൃത്തുക്കളെ നടത്തേണ്ടത്. ആ ആത്മപരിശോധനയ്ക്ക് തയ്യാറായവർക്കുണ്ടാകുന്ന വിപ്ലവമാണിത്. എന്റെ ഒരു സഹോദരൻ, 24 വയസ്സുള്ള എംടെക്കുകാരൻ, അദ്ദേഹത്തിന്റെ ടോയ്ലറ്റിൽ പോകുമ്പോ ബ്ലഡ് കാണാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് അദ്ദേഹത്തെ ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോ ഡോക്ടർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി, ദയനീയമായി നോക്കിയപ്പോ അവന് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അപ്പോ അവൻ ഡോക്ടറോട് പറഞ്ഞു, സർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 23 കഴിഞ്ഞ് 24 വയസ്സായി. വിവാഹം അത് കഴിഞ്ഞു സർ, 2 മക്കളുണ്ട്. അപ്പൊ ഡോക്ടർ വിശദീകരിച്ചു, നിങ്ങളുടെ വൻകുടലിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, സർ എനിക്കൊരു ബേജാറുമില്ല, ഒരു പേടിയില്ല. കാരണം എല്ലാ ദിവസവും പ്രയർ കഴിയുമ്പോ, നമസ്കാരം കഴിയുമ്പോ ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, എനിക്ക് തന്നതൊന്നും തടയാൻ നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് സാധിക്കൂല. നീ തരാത്തതൊന്നും വാങ്ങിത്തരാനും
നീ തന്നതൊന്നും തടയാനും രണ്ടും കഴിയൂല എന്ന് എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സർ. ഇനി എനിക്ക് അറബിയിലെ അക്ഷരങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ആ അർത്ഥം ജീവിതത്തിലെ യാഥാർത്ഥ്യമായി പുലരുമ്പോൾ എനിക്കത് അർത്ഥം വെച്ച് പഠിക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, വൻകുടൽ നീക്കിയാൽ നിങ്ങളുടെ പുറത്തൊരു ബാഗ് വെച്ച് തരും. മലമൂത്ര വിസർജനം പിന്നീട് നിർവഹിക്കപ്പെടുക അതിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരാണെന്ന് നമ്മുടെ കുട്ടികളാരും മനസ്സിലാക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാനും ഷമീർ മദീനിയും പാസ് ചെയ്ത് വരുമ്പോ ഞങ്ങളെ പാസ് ചെയ്ത് 3 കുട്ടികളാണ് പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതാണ് യുവത്വം. എന്താ, 3 ആള് ബൈക്കിൽ കയറിയിട്ട് അവർക്ക് ഇങ്ങനെ പോണ്ടെന്ന് അറിയണില്ല, എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയണില്ല, ഒരു ബസ് കയറി എന്താ ആക്കണ്ടെന്ന് അറിയണില്ല, അല്ലെ? ഒരു ആനുവൽ സ്പോർട്സ് മീറ്റോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലോ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ഒരു പൂരപ്പറമ്പിലെ രീതി എന്താണെന്ന് അറിയണില്ല, ഒരു ആശുപത്രി കൗണ്ടറിൽ എന്താ ആക്കണം എന്ന് അറിയണില്ല. എല്ലാവരും തല കുനിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ചൂണ്ടുവരൽ ടച്ച് ഫോണിലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയാണ്. താനിട്ട ഫോട്ടോക്ക് എത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കുന്നവർ തന്റെ വീട്ടിലെ ക്യാൻസർ രോഗിയായ ശ്വാസമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ പ്രതിസന്ധി എന്താണെന്ന് ആലോചിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫോണിൽ വരുന്ന വൈറസ് ആണ് അവന്റെ പ്രശ്നം. അതിന് ആന്റി വൈറസ് ഡൗൺലോഡ് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. രോഗിയായി വൈറൽ ഫീവർ പിടിച്ചു കിടക്കുന്ന മാതാപിതാക്കളോ സഹോദരങ്ങളോ ഓരോ പ്രശ്നമല്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയായി നമ്മുടെ കുട്ടികൾ മാറുന്നത് എങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഗൗരവമുള്ള ഒന്നിനും യഥാർത്ഥത്തിൽ സമൂഹത്തിലെ പുതിയ തലമുറ ഗൗരവം കൊടുക്കണില്ല. എന്നാലോ ഒരിക്കലും ഗൗരവതരമല്ലാത്ത എല്ലാറ്റിനും ഗൗരവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കെടുത്ത് പഠിച്ചു നോക്ക്. അയൽപക്കത്ത് രോഗിയായി കിടക്കുന്ന 80 വയസ്സുകാരിയായ ഉമ്മാമ്മാന്റെ അടുത്ത് ചെന്നിട്ട് നമ്മളെ മോന്, യുവാവ് എന്നൊക്കെ പറയുമ്പോ ഏതോ അമേരിക്കയിലുള്ള ആളെ പറ്റിയ വരണമെന്നൊന്നും വിചാരിക്കണ്ട, നമ്മളെ മോന് പോയിട്ട് എന്താ ഉമ്മാമ വിശേഷം, സുഖല്ലേ എന്ന് ചോദിക്കലുണ്ടോ? ഉണ്ടോ? നമ്മളമ്മ ഉണ്ടാകും, വയസ്സായ ആൾക്കാരോട് ഞാൻ പറയാം. അവരെടുത്ത് ചെന്നിട്ട് അവരെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കലുണ്ടോ? ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ മീറ്റിൽ പ്രൊഫ്കോന്റെ ഭാഗമായി നടത്തിയ മീറ്റിൽ ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ കുടുംബത്തിലെ വയസ്സായ ഒരാളെടുത്ത് അല്ലെ ആ പ്രഷറിന്റെ മെഷീനൊക്കെ എടുത്തിട്ട് ഒന്ന് ചെന്നിട്ട് ഇങ്ങനെ നോക്കി ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിരിക്കും. കുഞ്ഞിമു പറഞ്ഞിട്ടുണ്ട്, മാമാക്കത് പേരക്കുട്ടിയാണ്, അപ്പൊ കുഞ്ഞിമുമാണ്, അല്ലെങ്കിൽ രോമന പേര് വിളിക്കാണ്ടാകും. ഫാത്തിമോള് പറഞ്ഞിട്ടുണ്ട്, എന്ത് എനിക്ക് അസുഖമൊന്നുമില്ല എന്ന്, അല്ലെ? രോഗാണെന്ന് വിചാരിച്ച് കിടക്കണ ഉമ്മ എണീറ്റിരിക്കും. അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് നമ്മളെ മക്കൾ പറയലുണ്ടോ നമുക്കൊന്നും പറ്റൂലെന്ന്? നമ്മളെ മക്കൾ ആരെങ്കിലും നമ്മൾ ചെയ്യലുണ്ടോ സുഹൃത്തുക്കളെ? മരുന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട്, അല്ലെ? എന്റെ അമ്മന്റെ മരുന്ന് കൊടുക്കേണ്ട നേരായിട്ടുണ്ടെന്ന് വിചാരിച്ച് ആരെങ്കിലും ബൈക്കിന് സ്പീഡ് കൂട്ടലുണ്ടോ? ഭാര്യനോട് വിളിച്ചു ചോദിക്കലുണ്ടോ, എന്താ മോളെ ഉമ്മ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കലുണ്ടോ? ഞാൻ പറയുന്നു, അവരുടെ ചുരുണ്ടു കൂടിയ ശരീരത്തിലെ നമ്മുടെ ആ സ്പർശനങ്ങൾക്ക് സുഹൃത്തുക്കളെ ഗ്ലൂക്കോസിന്റെ ബാഗിൽ നിന്ന് ഇറ്റി വീടുന്ന മരുന്ന് തുള്ളികളെക്കാളും ശക്തിയുണ്ട് എന്നാ ഞാൻ പറയുന്നത്. ശക്തിയുണ്ട് ആശ്വാസവാക്കുകൾക്ക്. നമ്മളെ മക്കളോ പേരക്കുട്ടികളോ ഇന്നത്തെ ചെറുപ്പക്കാരോ അവരെങ്ങട്ട് തോളിലേക്ക് വാരിയിട്ടിട്ട് ആ ചാരികസേര മുറ്റത്തേക്ക് ഇട്ടിട്ട് കൊണ്ടുവന്ന് ഇരുത്താറുണ്ടോ? മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്ന കുരുവിയുടെ ശബ്ദവും അതേപോലെ തന്നെ അപ്പുറത്തെ വയലേലകളിൽ നിന്ന് കേൾക്കുന്ന കിളി ശബ്ദങ്ങളുമൊക്കെ അവരുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിലെ വല്ലാത്ത ചില നിമിഷങ്ങൾ ഓർമ്മ വരും. പാപ്പന്റെ കൈ പിടിച്ചിട്ട് പാപ്പ പണ്ട് ഉഴുതുമറിച്ച് നെല്ല് നട്ട മണ്ണിന്റെ അരികിലൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? എന്ത് അങ്ങനത്തെ വിനോദം നമ്മുടെ കുട്ടിക്ക് ഇല്ലാത്തത്? എന്ത് അതൊരു വിനോദമായി മാറാത്തത്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫോട്ടോ പേഴ്സിലും അതേപോലെ തന്നെ വീട്ടിലെ റൂമിലും വെക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഞാനൊരു ഹീറോയെ പറഞ്ഞു തരാം. ചരിത്രത്തെ ജ്വലിപ്പിച്ച ലോകാനുഗ്രഹിയായ റസൂൽ അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താ പ്രവാചകന്റെ ഡയലോഗ്, പ്രവാചകന്റെ വാചകം? യതീമായ കുട്ടി അവന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഓമനിക്കരുതേ എന്ന് മനുഷ്യ ചരിത്രത്തെ പഠിപ്പിച്ച ഒരു മഹാപ്രവാചകൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചക തിരുമേനിക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ടൈം ലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വാചകത്തിന് എത്ര ലൈക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ? ഫേസ്ബുക്ക് അക്കൗണ്ട് റസൂലുള്ളാഹിക്ക് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, നമുക്ക് വേണം ഫേസ്ബുക്ക് അക്കൗണ്ട്. ലോകാനുഗ്രഹിയായ റസൂലിനെ ലോകത്തിന് പ്രൊമോട്ട് ചെയ്യാനുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ വലക്കണ്ണികളിലെ കണ്ണി നമുക്ക് വേണം. അങ്ങനെ കടന്നു ചെന്നാൽ അവിടെ കാണാൻ കുറെ കാഴ്ച ഉണ്ടാകും. ആ കാഴ്ചകൾ നമുക്ക് തിരിച്ചറിവ് നൽകും. ഞാൻ പറഞ്ഞില്ലേ, ഈ സുഹൃത്ത്
ആത്മഹത്യനെ കുറിച്ച് ചിന്തിച്ചില്ല. എത്ര ചെറുപ്പക്കാരുണ്ട് അപ്രതീക്ഷിതമായി രോഗം വരുമ്പോ ആത്മഹത്യക്ക് ഒരുങ്ങുകയും മരിക്കുകയും ചെയ്ത എത്ര ചെറുപ്പക്കാരുണ്ട്. എന്ത് NIT-യിൽ നിന്ന് M.Tech പൂർത്തീകരിച്ച ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്യാതിരുന്നത്? ധൈര്യമായിട്ട് വീട്ടിൽ ചെന്നു. ഭാര്യന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്തൊന്നും കാര്യം പറഞ്ഞില്ല. ആദ്യം നേരെ ലൈഫ് ഷോറിൽ അങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ പോയിട്ട് ഡീറ്റെയിൽ എടുത്തു. എല്ലാരും പറഞ്ഞു മുറിച്ച് നീക്കണം, ഒക്കെ വേണം. ശരി, അതിനവൻ തയ്യാറായി. കോഴിക്കോട് മിംസിലെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. നിങ്ങളുടെ വൻകുടൽ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ മുറിക്കണം എന്നാ എല്ലാരും പറഞ്ഞു. ഇങ്ങനെ മുറിച്ചിട്ട് തുന്നി ചേർക്കണം. ഞാനിത് ഇങ്ങനെ മുറിക്കണം, ഇങ്ങനെ ഈ കോലത്തിൽ, എന്നിട്ട് തുന്നി ചേർക്കാണ്. ചിലപ്പോൾ സക്സസ് ആകൂല. പുറത്തു വന്നിട്ട് പിന്നെയുള്ളത് ഒരു കൗണ്ട് ഡൗൺ ആണ്. എന്ത് പറയണം? നമ്മളെല്ലാരും പറഞ്ഞു, എടാ നിനക്കുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഈ കൗണ്ടറിൽ വന്ന് ട്രീറ്റ്മെന്റ് വാങ്ങുന്ന വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നിനക്കുണ്ട്. അതെന്താന്ന് അറിയോന്ന് വെച്ച് ചിരിച്ചിട്ട് അവൻ പറഞ്ഞു, അറിയാം. എന്താ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10,000-ങ്ങളുണ്ട്. ഈ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ ഈ കൂട്ടായ്മയിലെ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വേദന അതെല്ലാവരുടെയും വേദനയാവുകയാണ്. അവനൊരു പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവില്ല, പക്ഷേ മഖാമു ഇബ്രാഹിമിൽ പോയി എല്ലാ ദിവസവും ജോലി സ്ഥലത്ത് നിന്ന് കാറോടിച്ച് മഖാമു ഇബ്രാഹിമിൽ പോയി തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, നാഥ എനിക്ക് പേരറിയാത്ത മലയാളക്കരയിലെ ഒരു സലഫി പ്രവർത്തകൻ, അയാൾ ക്യാൻസർ രോഗിയാണ്, അയാളെ നീ സഹായിക്കണേ അല്ലാ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്ന് പറയുമ്പോൾ മെഡിക്കൽ സയൻസ് ഒഴിവാക്കിയ കേസ് അല്ലാഹു കുൻ എന്ന് അവനോട് പറയുന്നതാണ്. ഞാനൊരു സ്റ്റുഡന്റിനെ കണ്ടിരുന്നു എന്ന്. അവള് കുഞ്ഞില്ലാത്ത അവസ്ഥയിലാണുള്ളത്. എന്റെ സംസാരം അവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവളുടെ മുഖത്ത് ഞാൻ ചോദിച്ചു, നിന്റെ മുഖത്തൊരു നിരാശ ഉണ്ടല്ലോ, 4 കൊല്ലമായിട്ട് കുട്ടിനെ കിട്ടാഞ്ഞിട്ടായിരിക്കില്ലേ? തലയിണയുടെ താഴെ ഉമ്മച്ചേ ഞാൻ പോവാണ് കാമുകന്റെ കൂടെ എന്ന് എഴുതണേ ഒരു മോനെ കെട്ടിയിട്ട് എന്താ മോളെ കാര്യം? ഒരു കാര്യമല്ല. ഉണ്ടോ? ഒരു കാര്യമല്ല. കിസ് ഓഫ് ലവിന്റെ പ്രൊമോട്ടറായി മറൈൻ ഡ്രൈവുകളിൽ, മറൈൻ ഗ്രൗണ്ടുകളിൽ, ഇവിടുത്തെ നിരത്തുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കുട്ടിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മുടക്കാച്ചരക്കായി 10 വയസ്സായിട്ടും 2 വയസ്സുകാരന്റെ പ്രായമുള്ള ഒരു കുട്ടിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ പറയാണ്, അല്ലാഹ് കുൻ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടും പ്രശ്നമാകൂല. അല്ലേ? ഓടിയെത്തുന്ന ബീജഗണങ്ങൾ അണ്ഡവുമായി കൂടി ചേർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാരഥന്മാരുണ്ടാകും. അല്ലാഹുവേ, ആ പെൺകുട്ടിയുടെ യൂട്രസിൽ നന്മ നിറഞ്ഞൊരു കുഞ്ഞിനെ നീ കൊടുക്കണേ, ആ കുടുംബത്തിന്റെ വിഷമങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണേ എന്ന് കൽബറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നു, ആരാണ് അവന് തിരിച്ചറിവ് കൊടുത്തത്? ആ തിരിച്ചറിവ് കൊടുത്ത ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. ഓരോ കുട്ടിയെയും ആ കൂട്ടായ്മയാണ് കാസർഗോഡ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. കൊടി ഉണ്ടാക്കിയിട്ടില്ല, മുദ്രാവാക്യം വിളിച്ച് ഒരു നിമിഷം പോലും കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ റോട്ടിലേക്ക് കുട്ടികളെ ഇറക്കിയിട്ടില്ല, പഠിപ്പ് മുടക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക. അവർ സ്വയം തിരിച്ചറിവുള്ളവരായിക്കോളും, അവര് നിങ്ങളെ തിരുത്തിക്കോളും. അല്ലെ? ഓപ്പറേഷന് വേണ്ടി പോകാൻ നിൽക്കണം ഉപ്പ, ഒരു പ്രവർത്തകന്റെ, ഒരു പ്രബോധകന്റെ ഉപ്പ. റൂമിലുള്ള എല്ലാരെയും അദ്ദേഹം പുറത്തേക്കാക്കി വാതിൽ കുറ്റിയിട്ടു. ക്യാൻസർ രോഗിയായ അദ്ദേഹത്തിന്റെ വയറ്റിൽ OG ജംഗ്ഷനിലെ ക്യാൻസർ നീക്കം ചെയ്യാൻ വേണ്ടി വലിയ സർജറിയാണ് നടക്കാൻ പോകുന്നത്. റിസൾട്ട് ഉണ്ടാകുമോ എന്ന് ഡോക്ടർക്ക് പോലും അറിയില്ല. 3rd സ്റ്റേജ് പിന്നിട്ട 4th സ്റ്റേജിലേക്ക് എത്തിയ ക്യാൻസർ ആണ്. അപ്പോ പ്രബോധകനായ ആ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പാന്റെ അസുഖമൊക്കെ മാറും. കാരണം ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട സ്റ്റാറ്റസിന്റെ താഴെയുള്ളൊരു വാചകം കാണിച്ചു കൊടുത്തു, നിങ്ങൾ എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് അദ്ദേഹത്തിന്റെ കീമോയാണ്, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർജറിയാണ് എന്ന വാചകത്തിന് താഴെ ആ പ്രബോധകന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ പ്രൈവറ്റ് മെസ്സേജായി അയച്ചതും അല്ലാത്തതൊക്കെ കാണിച്ചു കൊടുത്തു. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം മഖാമു ഇബ്രാഹിമിൽ പോകും. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഖബർ എന്നല്ല, കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം നിൽക്കുന്ന സ്ഥലത്തിനാണ് ഇസ്ലാമിക ചരിത്രം മഖാമു എന്ന് പേരെടുത്തത്. കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി നിന്ന സ്ഥലം. അതുകൊണ്ട് ഉപ്പാന്റെ അസുഖമൊക്കെ മാറി, ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, ഉപ്പ തിരിച്ചു വരും, സംശയമൊന്നുമില്ല. പക്ഷെ ഉപ്പ നിങ്ങൾക്ക് അനസ്തീഷ്യ തരും, നിങ്ങൾ മയങ്ങും. അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ആ മയക്കത്തിൽ നിന്ന് ഉണരാനുള്ള തൗഫീഖ് റബ്ബ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ മരണമാണുപ്പ. നിങ്ങളുടെ നിശ്ചലമായ മേനിയെ കൊണ്ട്
ആംബുലൻസിൽ ഉമ്മയെയും സൈഡിലിരുത്തി ഞാൻ പോകും. അങ്ങനെയൊന്നും സംഭവിക്കില്ല, സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഉപ്പാക്ക് ഒരു കുറവുണ്ടാകരുത്. അതുകൊണ്ട് ഡോക്ടർ നിങ്ങൾക്ക് മയക്ക് തരുന്നതിന്റെ മുമ്പ് ഇസ്തിഗ്ഫാർ നടത്തണം. സ്വകാര്യമായി വല്ലതും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തണം. അതേപോലെ നിങ്ങൾക്ക് വല്ല ബാധ്യതകളും കടങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായി പറയണം. ആരാണ് സുഹൃത്തുക്കളെ അന്ന് 50 സർജറി ഇവിടെ നടന്നിട്ടുണ്ട്? ആരാണ് ഈ സർജറികളിൽ ഈ ഒരു സർജറിയെ മാത്രം വ്യതിരക്തമാക്കുന്ന കാഴ്ചപ്പാട് പറഞ്ഞു കൊടുത്തത്? അതെന്താ നിങ്ങള്? സെമിത്തേരികളിൽ നിന്ന് പെട്ടിയിലടക്കപ്പെട്ട മേനി തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ടെന്ന ഖുർആന്റെ പ്രഖ്യാപനം ഹൃദയത്തിലേക്ക് എത്തുമ്പോഴുള്ള തിരിച്ചറിവാണിത്. ജനങ്ങളെ, സബർമതി ഗംഗ പുണ്യ തീരങ്ങളിൽ പെട്ടിയിലാക്കി അല്ലെങ്കിൽ കുടത്തിലാക്കി ചിതറിയെറിഞ്ഞ ആ കത്തിക്കരിഞ്ഞ മേനിയില്ലേ, അത് തിരിച്ചു കൊണ്ടുവരാൻ റബ്ബിന് പറ്റുമെന്ന തിരിച്ചറിവ്. അതുപോലെ പള്ളിയങ്കണങ്ങളിൽ നിന്ന് ചുടലക്കാടുകളിൽ നിന്ന് മനുഷ്യൻ എണീറ്റ് വരുമെന്ന തിരിച്ചറിവ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ അസ്ഥികൂടങ്ങൾ തിരിച്ചു വരപ്പെടുകയില്ല എന്ന്? അള്ളാന്റെ മറുപടി ചുമരിലേക്ക് ചേർത്ത് നിർത്തി മുഖത്ത് 2 എണ്ണം കൊടുക്കുന്ന ലാഘവത്തോടു കൂടെ ഖുർആൻ പറയാ, അംഗീകരിക്കാത്തവനോട് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യ, നീ ആമോദിച്ചങ്ങനെ നടക്കുന്നു, നീ ആനന്ദിച്ചങ്ങനെ നടക്കുന്നു, നീ എല്ലാം നിഷേധിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നു. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിന്റെ അസ്ഥികൂടങ്ങളെ, നിന്റെ തലയോട്ടിയെ, നിന്റെ മുടിയെ, നിന്റെ ചർമ്മത്തിലെ രോമങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നല്ല, നിനക്ക് ഇതൊക്കെ തന്നതിന്റെ ശേഷം നിന്റെ കൈകളിലെ അടയാളങ്ങളില്ലേ, വിരലടയാളങ്ങളില്ലേ, ഫിംഗർ പ്രിന്റുകളില്ലേ, ആ ഫിംഗർ പ്രിന്റുകളെ പോലും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഫിംഗർ പ്രിന്റിനെ സംബന്ധിച്ച മോഡേൺ സയൻസിന്റെ ഗവേഷണം അനുസരിച്ച് അത് റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ് എന്ന് സയൻസ് കണ്ടെത്തുന്നു. ഇവിടെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യമാണ് സുഹൃത്തുക്കളെ ഇത്തരം ചിന്തകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് നമ്മൾ മാത്രം അനുഭവിക്കേണ്ട ചില ഘട്ടങ്ങൾ വരാണ്ടല്ലോ. പലപ്പോഴും പല മരണങ്ങൾക്കും നമ്മൾ സാക്ഷിയാകും. റോഡ് സൈഡിൽ നിൽക്കുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ സൈറൻ മുഴക്കി പായുന്ന ആംബുലൻസിലേക്ക് നോക്കി നമ്മൾ നെടുവീർപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, പടച്ചോനെ അയാളുടെ ജീവിതത്തിലുള്ള അന്ത്യം അങ്ങനെയാണ്, എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞത്, ചിലപ്പോ ആത്മഹത്യ ചെയ്ത ആളുകളെ മരക്കൊമ്പിൽ നിന്ന് ഇറക്കുന്നത് നോക്കി നിന്നിട്ടുണ്ട് നമ്മളൊക്കെ. നമ്മളപ്പോ ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും എന്റെ അന്ത്യം, എങ്ങനെയായിരിക്കും എന്റെ അന്ത്യം? ഇയാളെ അന്ത്യം എങ്ങനെയായിരുന്നു പടച്ചോനെ? എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ക്യാൻസർ പിടിച്ച് മരിച്ചവരുടെ ജനാസക്ക് പിന്നാലെ നമ്മൾ നടന്നിട്ടുണ്ട്. ടാങ്കർ ലോറികളുടെ ചക്രത്തിന്റെ താഴെ അല്ലെങ്കിൽ വാഹന അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെ ജനാസ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. നമ്മൾ ആരെങ്കിലും എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ചിന്തിച്ചാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെന്താ അറിയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4-5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 4-5 കാര്യങ്ങളെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒന്നെന്താ അറിയോ? ശബാബക, നിന്റെ യുവത്വത്തെ നീ വാർദ്ധക്യത്തിന്റെ മുമ്പ് ശ്രദ്ധിക്കണം. എല്ലാരും എന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കും, കുറഞ്ഞ നേരം കൂടി ഞാൻ പറയുള്ളൂ. നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ നീ ശ്രദ്ധിക്കണം. യുവാവാകുമ്പോ ബൈക്കിന്റെ കിക്കർ അടിക്കാൻ പറ്റും, എവിടെ വേണമെങ്കിലും ചാടി കയറാൻ പറ്റും, എവിടെ വേണമെങ്കിലും ഓടി കയറാൻ പറ്റും, എന്തിനും പറ്റും. അന്ന് നന്മകളെ കുറിച്ച് ഒന്നും ചിന്തിക്കൂല, ഒരു ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കൂല, ഒരു പള്ളിനെ കുറിച്ച് ചിന്തിക്കൂല. കഴിഞ്ഞ ദിവസം ഒരു പള്ളി നിർമ്മിക്കുന്ന സ്ഥലത്ത് നമ്മളെ സഹപ്രവർത്തകരുടെ കൂടെ പോയി. അപ്പോ എന്താ പള്ളിന്റെ പണി തുടങ്ങാത്തതെന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു, ഇതിന്റെ ഫണ്ട് തരുന്നത് ഖത്തറിലുള്ള 26 വയസ്സുള്ള ഒരു പയ്യനാണ്, അറബിയാണ്. അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങനെ പല ശേഖന്മാരെയും കണ്ട് ഓർഗനൈസ് ചെയ്ത്, ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ നിർമ്മാണം എവിടെ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള നിർമ്മാണത്തിന് നിങ്ങൾ ക്യാഷ് തരണം എന്ന് പറഞ്ഞ് അവൻ കളക്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ. അങ്ങനത്തെ ഒരു നന്മക്കാണ് അവൻ അവന്റെ ആയുസ് ചെലവാക്കുന്നത്, അല്ലേ? ഇങ്ങനെ യുവത്വത്തിൽ ഇങ്ങനത്തെ നന്മയൊക്കെ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പറ്റും, ആളുകൾക്ക് ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിക്കാൻ പറ്റും, ജീവിതം തന്നെ അത്തരം ഒരു നന്മയാക്കി മാറ്റാൻ പറ്റും. ഇതിനൊന്നും ചെലവാക്കാതെ അവസാനം പൂമുഖത്ത് ആ ചാരുകസേരയിൽ ഇരുന്ന്, മോളെ കുട്ടി മൂത്ര വെച്ചിട്ടുണ്ട്, മോളെ കുട്ടി
ആ മൂത്രമൊഴിച്ച കുട്ടീനൊന്ന് പൊക്കാൻ പോലും കഴിയാത്ത പ്രായത്തിൽ സുഹൃത്തുക്കളെ അസ്വസ്ഥമായി ചിന്തിച്ചത് കൊണ്ടൊരു കാര്യമല്ല. വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോ വറഖ പറഞ്ഞല്ലോ, നിങ്ങളുടെ അരികിൽ വന്നത് അമ്പിയാക്കളുടെ അരികിൽ വന്ന ആ സന്ദേശവാഹകൻ തന്നെയാണ്. അങ്ങയുടെ സന്ദേശം ഈ നാട്ടിൽ പ്രതിഷേധങ്ങൾക്ക് വിധേയമാക്കപ്പെടും. പ്രവാചകൻ ഞെട്ടി. തന്നെ ഇത്ര മാന്യമായി സ്വീകരിക്കുന്ന തന്റെ ജനത തന്നെ എതിർക്കുകയോ? അദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പോ വറഖ പറഞ്ഞെടുത്തു, ഈ മെസ്സേജുമായി വന്ന എല്ലാവരും സ്ഥിതി ഇങ്ങനെയായിരുന്നു. അവര് പ്രതിരോധങ്ങൾ നേരിട്ടിട്ടുണ്ട്. അന്ന് ഞാനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കുമായിരുന്നു. ദുർബലനായ ഒരു കാരണവരുടെ വർത്താനാണിത്. എനിക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നമ്മുടെ ചില സഹോദരങ്ങൾ ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തി. ഇപ്പോഴല്ല, മുമ്പ്. അപ്പോ ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോ അവരുടെ കയ്യിലുള്ള അൽമനാറിലേക്ക് നോക്കി ആ കാരണവർ ഇങ്ങനെ കണ്ണു വാർക്കുകയാണ്. കണ്ണിന്നിങ്ങനെ കണ്ണീര് വാർക്കുക. അപ്പോ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഈ അൽമനാർ ചേർത്ത് നടന്ന ആളായിരുന്നു ഞാൻ. ഈ നാട്ടിൽ വന്ന് ഒറ്റപ്പെട്ട് പിന്നെ ഇതിൽ നിന്നൊക്കെ മാറി ഒന്നും അല്ലാതായി. പ്രായം കുറെ ആയി. നിങ്ങളെ കൂടെ കറങ്ങണമെന്നുണ്ട്, കഴിയൂല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് യുവത്വം എന്ന് പറയുന്നത് ഏത് നിലക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സമയമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയണേ, ആ യുവത്വത്തെ നീ ഉപയോഗിക്കണം. അത് നമുക്ക് വ്യക്തമായ പ്ലാനിങ് വേണമെന്ന സുഹൃത്തുക്കളെ ഞാൻ പറയണേ. വ്യക്തമായ പ്ലാനിങ്. നമ്മുടെ ഞായറാഴ്ചകൾ എന്തിന്, നമ്മുടെ ശനിയാഴ്ചകൾ എന്തിന്? ഞാൻ പറയുന്നു നിങ്ങളോട്, നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ ഇവിടെ അജണ്ട ഉണ്ട്. എന്താ അജണ്ട? ഇസ്ലാം എന്ന മതം ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധം നേരിടുന്ന മതമാണ്. പക്ഷേ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ എന്ന് ഇസ്ലാം വിമർശകർ പോലും യഥാർത്ഥത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. എന്താ? ഇസ്ലാമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതം. ഇസ്ലാം ലോകത്ത് ഏറ്റവും സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതം. എന്താ? തെറ്റിദ്ധാരണ നീങ്ങുമ്പോൾ ആളുകൾ സ്വീകരിക്കണം, അല്ലെ? ഗോണ്ടാനോമോ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഗ്യാസ് ചേംബറിനെക്കാളും ലോകത്ത് പീഡനമുറകൾക്ക് വേണ്ടി കെട്ടിയുയർത്തപ്പെട്ട കോൺക്രീറ്റ് മലകളാണ്. ആ ഗ്യാസ് ചേംബറിനെക്കാളും, ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിനെക്കാളും അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായ നിരപരാധികളെ ഇല്ലാതെയാക്കുന്ന, അപരാധികളെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായ മുസ്ലിം പ്രൊഫഷണലുകളെ അടക്കം കൊണ്ടുപോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഗോണ്ടാനാമോയിലെ പീഡിത വർഗത്തിന്റെ കണ്ണീരിൽ നിന്ന് ഇസ്ലാം ഉൾക്കൊണ്ട ഒരു ജയിലറെ കുറിച്ച് നമ്മൾ കേട്ടു. ഞാൻ പള്ളിയിൽ പോയിട്ടല്ല ഇസ്ലാം സ്വീകരിച്ചത്. ഞാൻ ഗോണ്ടാനാമോയിലെ തടവുകാരുടെ കണ്ണീര് കണ്ട് അവര് നെറ്റിത്തടം ജയിലിൽ വെച്ച് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ ഏങ്ങലടിക്കലുകളിൽ നിന്ന്, അവരുടെ മനോഹരമായ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുവെന്ന ആ മനുഷ്യന്റെ നീണ്ട താടി വെച്ച ആ മനുഷ്യന്റെ പ്രതികരണം നമുക്ക് പാഠമാകണം. ഇസ്ലാമിനെ കൊതിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ക്യാരംസ് ബോർഡുകൾക്കരികിൽ, അതല്ലെങ്കിൽ പോർണോഗ്രാഫിക് സൈറ്റുകൾക്കരികിൽ നിങ്ങൾ ചെലവാക്കുന്ന സമയം തരൂ. കേരളത്തിലെ 1,17,00,000 വീടുകൾ പൂർത്തീകരിക്കാനുള്ള പദ്ധതിയാണ് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എറണാകുളം ജില്ലയിൽ 8,14,11 വീടുണ്ട്. അതെങ്ങനെ പൂർത്തീകരിക്കണമെന്നാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ഇന്ന് വൈകുന്നേരം 5:10 വരെ നടന്ന ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയത്. ഒരു സംഘടനയുടെയും പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്ത ചെറുപ്പക്കാരെ, ഒരു സംഘടനയും പേരുകൊണ്ട് പ്രഖ്യാപിക്കാത്ത ഈ കൂട്ടായ്മ നിങ്ങളെ വിളിക്കുന്നു. എന്തിന്? ഇസ്ലാമിനെ കുറിച്ച തെറ്റുധാരണകൾ നീക്കാൻ, നിങ്ങളുടെ ശരീരത്തിലെ രക്തം തുടിക്കുന്ന പ്രായം ചെലവാക്കാൻ വേണ്ടി, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കാനല്ല. പെഷവാറിലെ സ്കൂളിൽ പ്രാണഭയം കാരണം ഡെസ്കിന്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടിയ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ച് അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചു പോരുന്ന ജിഹാദിനെ അല്ല. പിന്നെയോ ആ കുട്ടിയുടെ പൊട്ടിത്തെറിച്ച മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ മഹാനന്മകളെ സന്നിവേശിപ്പിക്കുന്ന, അതെത്തിക്കുന്ന, ശാന്തമായി അവരുടെ ഫാനിന്റെ, ഒരു വീട്ടിലെ ഫാനിന്റെ ചോട്ടിലിരുന്ന്, അവരെ ചെയറിലിരുന്ന് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സന്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നബി എന്തായാലും ഇത്ര കല്യാണം കഴിച്ച ആഭാസനല്ലേ എന്ന് ചോദിക്കുമ്പോ, സർ അങ്ങ് ഞങ്ങളുടെ നബിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ സർ? ചോദിക്കണം മെല്ലെ. അത് ചോദിക്കാനാ ചെറുപ്പക്കാരെ നിങ്ങളെ വിളിക്കണേ. കൂട്ടുകെട്ടുകളിൽ നിന്ന് മെല്ലെ പോരും. നിങ്ങൾക്ക് ഇവിടെ ഇടമുണ്ട്. രാത്രി 12 മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സിലേക്കല്ല.
സുതാര്യമായി ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും അറിഞ്ഞുകൊണ്ടും അറിയിച്ചുകൊണ്ടും മതത്തെ ആഴത്തിൽ പഠിച്ച് ഡോർ ടു ഡോറുകൾ, ഇടവഴികൾ തേടിയുള്ള ഈ സമാധാനത്തിന്റെ സന്ദേശ പ്രയാണം അത് നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവ് നൽകും. ജീവിതത്തിലെ ദൂർത്ത് അവസാനിക്കും. ഒരു പശു, ആ പശുവിൽ നിന്ന് 3 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബം ജീവിക്കുന്നു അതിന്റെ അകിടിൽ നിന്ന്. അത് കാണുമ്പോ അൽബൈക്ക് അറേബ്യയിലെ ബില്ലിന്റെ സംഖ്യ കുറയും. മെഡിക്കൽ കൗണ്ടറിൽ പോയി, മെഡിക്കൽ ഷോപ്പിൽ പോയി ക്യാഷ് തികയാത്തത് കൊണ്ട് ബില്ല് വാങ്ങാതെ വേദനാ സംഹാരി ഇല്ലാതെ രാത്രി കരയുന്ന മനുഷ്യരുടെ കഥ കേൾക്കുമ്പോൾ, മോളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജപ്തി ചെയ്യപ്പെട്ട വീടിന്റെ ജപ്തി ചെയ്യപ്പെട്ട വീട്ടിൽ നിന്ന് നാളെ അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന വയോവൃദ്ധരായ ദമ്പതികളെ കുറിച്ച് കേൾക്കുമ്പോൾ, IT പ്രൊഫഷണലുകളായ US-ലും UK-ലും ജോലി ചെയ്യുന്ന മക്കൾ ഉണ്ടായിട്ടും വൃദ്ധസദനങ്ങളിൽ അകടക്കപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ, അമ്മത്തട്ടിലുകളിൽ അമ്മയുടെ മാറോട് ചേർന്ന് അമ്മിഞ്ഞ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിന്റെ ആർത്തനാദങ്ങൾ കേൾക്കുമ്പോൾ, ICU-വിന്റെ ഇത്തിരി പോന്ന ഹോൾസിന്റെ ഉള്ളിലൂടെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾക്ക് മധ്യത്തിൽ ജീവനോട് പടവെട്ടുന്ന മനുഷ്യരെ കാണുമ്പോൾ, നിങ്ങൾ ആലോചിക്കുക, ഓർത്തോ ഡിപ്പാർട്ട്മെന്റുകളിൽ മുഖവും കൈയും കാലും തകർന്നു കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ വരൂ, അവരുടെ അടുക്കൽ ആശ്വാസത്തിന്റെ മെസ്സേജുമായി കടന്നെത്തുന്ന മഹാദൗത്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. സർ, നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? സർ, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കന്യകയായി കടന്നെത്തിയത് ഒരു സ്ത്രീ മാത്ര. ബാക്കിയൊക്കെ തന്നെക്കാളും പ്രായമുള്ള വിധവകൾ. ഉമ്മു സലമ എന്ന പെണ്ണ്, സ്വഹാബി വനിത, അവരെത്തിയത് അബൂ സലമ എന്ന ഭർത്താവിന്റെ മരണക്കട്ടിലിന്റെ അരികിൽ കണ്ണീർ വാർത്തിരിക്കുന്ന പറക്കമറ്റാത്ത മക്കളെ മാറോട് ചേർത്തിരിക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ ഉണ്ടായ വേദനയിൽ നിന്നാണ്. സാർ, അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന തിരിച്ചറിവുകളുണ്ട്. സഹോദരങ്ങളെ, അതിനാകട്ടെ നമ്മുടെ ശരീരം നമ്മൾ വിനിയോഗിക്കുന്നത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ പടച്ചോൻ ചോദിക്കും, ഞാൻ നിനക്ക് മസ്തിഷ്കം തന്നിട്ട് നീ ക്യാഷ് ഉണ്ടാക്കാൻ ബിസിനസിന് വേണ്ടി അതിങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. നിന്റെ യുവത്വത്തെ നീ ഏത് നിലക്ക്, ആ മസ്തിഷ്കത്തെ നീ ഇസ്ലാമിന് വേണ്ടി ഏത് നിലക്ക് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? അതുകൊണ്ടാ റസൂൽ പറഞ്ഞത്, നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ ഉപയോഗിക്കുക, നിന്റെ ഒഴിവ് സമയത്ത് നീ ഉപയോഗിക്കുക, നീ തിരക്കിലാകണിന്റെ മുമ്പ്. എല്ലാരും തിരക്കിലാണ് അല്ലേ? എല്ലാരും തിരക്കില. ഒരു നല്ല കാര്യത്തിന് വിളിച്ചാൽ ആർക്കും സമയമല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ, എല്ലാരും ഭയങ്കര ടൈം നിശ്ചയിച്ച് ആ ഷെഡ്യൂളിന്റെ പുകയിൽ ഇങ്ങനെ നിന്നിട്ട് ആണ് പ്രസംഗം വരെ കേൾക്കുക. ഒന്ന് മനസ്സ് ആശ്വാസാക്കി, ഒന്ന് സെൽഫോൺ സ്വിച്ച് ഓഫ് ആക്കി ആ ആത്മീയ ഉപദേശങ്ങൾ കേൾക്കാനുള്ള നേരം പോലും ഇല്ല. നിസ്കാരത്തിൽ പോലും ബിസിനസ്സാണ്, നിസ്കാരത്തിൽ പോലും വേറെ ചിന്തകളാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, കോമാ സ്റ്റേജിൽ കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന വേളകൾ എങ്ങനെ ഉണ്ടാകും? ഒരു ചെറിയ ബൈക്ക് ആക്സിഡന്റ് അല്ലെ, മത്സ്യക്കച്ചവടക്കാരനായ മനുഷ്യൻ ഗൂഡ്സും കൊണ്ട് ഇറങ്ങിയത് രാവിലെ 7 മണിക്ക്. വേറെ ഏതോ വണ്ടി തട്ടിയിട്ട് രക്തം വാർന്ന് കിടക്കുന്നിടത്ത് നിന്ന് ആരോ കോട്ടകൽ അൽമാസിലെ കാഷ്വാലിറ്റിയിലേക്ക് അയാൾ എത്തിച്ചു. നമുക്കൊക്കെ അറിയണേ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ മകൻ ഇങ്ങനെ കാതിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഉപ്പച്ചേ, ഇപ്പോൾ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയമാണ് ഉപ്പച്ചിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ മറക്കണ്ട. ഒക്കെ നിങ്ങൾ ആ 11 വയസ്സായ കുട്ടിനെ ആരുണ്ടാക്കിയെന്നറിയോ? അഭിമാനത്തോടെ ഞാൻ പറയും, ഉണ്ടാക്കിയത് ആരാന്നറിയോ? പ്രോഫ്കോണും സിആറും MSM-ഉം അതിന്റെ ദൗത്യങ്ങളുമാണ്. ഉപ്പച്ചിന്റെ നിസ്കാരത്തിന്റെ നേരായിട്ടുണ്ട്, ഉപ്പച്ചിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഉപ്പച്ചി നിസ്കരിച്ചോ എന്ന് പറയുന്ന ഒരു മോൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോ ആ കോമാ സ്റ്റേജിൽ കിടക്കുമ്പോ സുഹൃത്തുക്കളെ, ആരാ നമ്മുടെ ബിസിനസ് നോക്കുക? ആരാ നമ്മളെ ഷോപ്പിലെ ക്യാഷറായിട്ടിരിക്കുക? അല്ലെങ്കിൽ 2 കിഡ്നിയും പോയി ഡയാലിസിസ് മെഷീനിന്റെ അരികിൽ, ഞാൻ സാധാരണ പറയാറുണ്ട്, കഴുത്ത് വെച്ച് കൊടുത്ത് ഇങ്ങനെ കിടക്കണേ 4.5 മണിക്കൂർ മുന്നിലെ TV-യിലേക്ക് നോക്കി. ഒന്ന് പോവുക, നമ്മൾ അവിടേക്ക് ഒരിക്കൽ പോലും പോകാത്തവരുണ്ടാവും. ഒന്ന് പോകുമ്പോ അവിടെ കാണാം അല്ലെ. എന്റെ വാപ്പന്റെ അനിയൻ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അത് കാണേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു +2 കാരി മോൾ അങ്ങനെ കിടക്കുന്നു. അവളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷകളില്ല. അവളുടെ കണ്ണുകളിൽ കിസ് ഓഫ് ലവിന്റെ ആവേശങ്ങളില്ല. അവളുടെ കണ്ണുകളിൽ പോർണോഗ്രാഫിക് സൈറ്റുകളിലേക്ക് അഭിരമിക്കാനുള്ള ആ മാനസികാവസ്ഥയില്ല. അവൾക്ക് ടച്ച് ഫോണിൽ കടിച്ചിരിക്കാൻ നേരമില്ല. അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത്
ഒരു അടുത്ത ഡേറ്റ് ഡോക്ടർ തരുന്ന കലണ്ടറിലേക്കുള്ള നോട്ടം മാത്രമാണ്. കിഡ്നി പോയാൽ അവൾക്ക് കിഡ്നി മാറ്റിവെക്കാനുള്ള അവസ്ഥയുണ്ട്. പക്ഷേ അവളെ സഹായിക്കാൻ ആരുമില്ല, അവളെ സഹായിക്കാൻ അച്ഛനില്ല, അവളെ സഹായിക്കാൻ അമ്മയുണ്ട്. അമ്മ ഉള്ള കിഡ്നിയിൽ ഒന്നെടുത്തു കൊടുക്കാൻ റെഡിയാണ്. സുഹൃത്തുക്കളെ, ഇത്തരം ഒരു പരീക്ഷണത്തിന്റെ തീരത്തെത്തുമ്പോൾ മാത്രം ഇത്തരം മനുഷ്യരെ കുറിച്ച് ഓർക്കുന്നിടത്ത് നിന്ന് ജീവിതത്തിന് അജണ്ടയുള്ളവരെ പള്ളിയിലെ വരാന്തയിലെ ചുവന്ന ബക്കറ്റുകൾ നിർവഹിക്കുന്ന ദൗത്യമുണ്ട്. ആ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഒരു കിഡ്നി പേഷ്യന്റിനെ സഹായിക്കാൻ യുവാക്കൾ എന്താ ചെയ്യാ? നല്ല ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കും, അല്ലെങ്കിൽ ഗാനമേള സംഘടിപ്പിക്കും. ഫുട്ബോൾ മേളയും ഗാനമേളയും, ഗാനമേളയുടെ തബല മീട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് അയാള് വേദനാ സംഹാരി പിന്നെയും കുടിക്കുമ്പോൾ ആ വേദനാ സംഹാരിയുടെ ഓഹരി വാങ്ങാനാണ് പടക്കം പൊട്ടിക്കുന്നത്. ചെറുപ്പക്കാരെ, നാണമില്ലേ എന്ന് ചോദിക്കാണ് ഞാൻ. ഒരാവശ്യമല്ല. നിങ്ങൾ സ്കോളായി തിരിഞ്ഞിട്ട് മനുഷ്യന്മാരുടെ മുന്നിൽ കൈനീട്ടിയാൽ അവര് തരും. കൈനീട്ടാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. ഒരു വിധവയുടെ ടാർപോളിൻ കെട്ടിയ വീടിന്റെ മുകളിൽ, ആ വീടിന്റെ മുകളിൽ ഓടിടാൻ, അത് ടെറസാക്കാൻ അവരുടെ സമർത്ഥനായി പഠിക്കുന്ന മകൻ ഷോപ്പ് കീപ്പറായി ജോലി ചെയ്യാണെന്ന് അറിഞ്ഞപ്പോ മോനിങ്ങോട്ട് വാ, നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വരാന്തയിലിരുന്ന് പുസ്തകം വായിക്കേണ്ടവനാണ്, ചെല്ലി അമ്മയുടെയും കുടുംബത്തിന്റെയും സമ്പാദ്യം ഞാനേറ്റു, ഞങ്ങളേറ്റു എന്ന് പറയുന്ന നല്ല കാര്യത്തിന് ഇറങ്ങിയും പ്രിയപ്പെട്ടവരെ. ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച് ജീവിതം സമ്പൂർത്തീകരിച്ച് പോകുന്നിടത്തേക്ക് എത്തണം. ഇത് നിന്റെ ഒഴിവ് വേളകൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. സ്ക്രീനിന്റെ മുന്നിലിരുന്ന്, ടിവിയുടെ മുന്നിലിരുന്ന്, ഗ്രൗണ്ടിലിരുന്ന്, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന്, ഓവുപാലത്തിലിരുന്ന്, ബസ് ഇറങ്ങുന്ന പെൺകുട്ടിയുടെ ചുരിദാറിന്റെ നിറം നോക്കി, അവളുടെ വൈറ്റ് പൗഡർ ഇട്ട മുഖത്ത് നോക്കി, കാമവികാരങ്ങൾക്ക് പുതിയ ഭാവങ്ങൾ നൽകുന്ന, ചിത്രങ്ങൾ നൽകുന്ന ഏർപ്പാടിലേക്കല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പോകേണ്ടത്. ഞാൻ വേറൊരു ഒഴിവുവേള പറഞ്ഞുതരാം. ഒരു വളരെ ക്രിട്ടിക്കലായ ഒരു പ്രശ്നം കാരണം 10-25 ദിവസം ഒരു ഐസിയുന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു പരീക്ഷണം വ്യക്തിപരമായി എന്റെ മോന്റെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്നു. അള്ളാഹു പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയുമ്പോഴാണ് സുഹൃത്തുക്കളെ, വേറെ ആരും വേറെ ഒന്നും ധരിക്കരുത്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ പറയുക, ഡോക്ടർ നേരെ പോയിട്ട് ഒരു 10-30 ഒക്കെ കുട്ടികളുണ്ടാവുക ഐസിയുന്റെ മുമ്പിൽ, 1 കിലോ ഉള്ളത്, 1/2 കിലോ ഉള്ളത്, വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ളത്. ന്യൂ ബോൺ ഐസിയുന്റെ ഉള്ളിലേക്ക് പോയി കുറെ മണിക്കൂറുകൾ തന്നെ കഴിയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വരും. ഒരു കാല് ചുമരിൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം ചാരി നിന്നിട്ട് നേഴ്സ് ഇങ്ങനെ വരും, ഓരോ കുട്ടിനെയും ഇങ്ങനെ പറയും, ആ കുട്ടിന്റെ പാരന്റിനോട് ഇങ്ങനെ പറയും ഓരോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഏറ്റവും അവസാനം ചോദിക്കുന്നത് ഞാനാകണം. എന്താണെങ്കിലും ഒരു ദിവസത്തെ റിപ്പോർട്ട് കിട്ടുകയാണ്, എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ലല്ലോ. ആളുകൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോൾ ക്ഷമയെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിക്കുന്ന നമ്മൾ തിരക്ക് കൂട്ടിക്കൂടല്ലോ. പക്ഷേ 25 ദിവസം നിന്നിട്ടും 10, 17, 18 ദിവസം ഏറ്റവും അവസാനം വന്നത് ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു സഹോദരി, ഒരു സഹോദരനുമാണ്. ആ ദിവസങ്ങളിലൊക്കെ അവരെടുത്ത് ഡോക്ടർ പറഞ്ഞ ഉത്തരം എന്താ അറിയാം നിങ്ങൾക്ക്? അവരെടുത്ത് ഡോക്ടർ പറഞ്ഞ ഉത്തരം ഒന്നും പറയാനായിട്ടില്ല എന്നാണ്. അപ്പോ എനിക്ക് കറക്റ്റ് ഡേ ഓർമ്മല്ല, 15 അല്ലെങ്കിൽ 17 ദിവസമായ അന്ന് ഞാൻ അവരെ പരിചയപ്പെട്ടു. 3 മാസമായി അവർ വന്നിട്ട്. ജനിച്ച കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പറയാനായിട്ടില്ല. ഡെയിലി മിനിമം 1000 രൂപ ഈ ഐസിയുവിന് കൊടുക്കണം. അവർ രണ്ടുപേരും ആ ഐസിയുവിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. റൂം എടുത്തിട്ടില്ല. ഒരു പുൽപ്പായിൽ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ഐസിയുവിന്റെ ഉള്ളിലെ കുഞ്ഞിനു വേണ്ടി നേഴ്സ് വിളിക്കുന്നതിന് കാതോർത്ത് കാത്തിരിക്കും. രണ്ടാമത്തെ ആൾ കിടക്കുമ്പോൾ ആദ്യത്തെ ആൾ എഴുന്നേറ്റിരിക്കും. അങ്ങനെ 3 മാസമായി. പറഞ്ഞു, ഉസ്താദേ എനിക്ക് 3 കുട്ടികളുണ്ടായി, 3 കുട്ടികളും ഇതേ രോഗത്തിലാണ് മരിച്ചത്. ഇവനും മരിച്ചാൽ ഇനി ഞാൻ ജീവിക്കൂല, ഉറപ്പാണ്. ഇവനും മരിച്ചാൽ ഇനി ഞാൻ ജീവിക്കൂല. എന്താണെന്ന് കാരണമറിയാത്ത രോഗത്തിന് വിധേയമായി എന്റെ മക്കളൊക്കെ പോയി ഉസ്താദേ. അവര് വാവിട്ട് കരയാണ്. ഇസ്ലാമിന്റെ തണലിലായിരുന്നെങ്കിൽ എനിക്ക് അവരോട് പലതും പറയണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ 3 കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമുണ്ട്. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് ഉമ്മച്ചിയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ തിരിച്ചു വിളിക്കും. പക്ഷേ പ്രപഞ്ചത്തിന്റെ മതമുണ്ട്, സൂര്യന്റെയും ചന്ദ്രന്റെയും മതം, അത് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും. അവർ കൗതുകത്തോടെ എന്നെ കേൾക്കണം. ഞാൻ പറയുന്നത്, നമ്മളെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ
ഐസിന്റെ ഉള്ളിലായിട്ട് 3-4 മാസം കാത്തിരിക്കേണ്ടി വരുന്ന നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊക്കെ വെറുതെ പറയണ ഒഴിവില്ല, എനിക്കൊഴിവില്ല, എനിക്ക് സമയമല്ല എന്നൊക്കെ. ഒഴിവുണ്ടാക്കി ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പോകാൻ പറ്റും. ഒഴിവുണ്ടാക്കി എല്ലാ ദിവസവും ഖുർആൻ അർത്ഥസഹിതം കുടുംബസഹിതം കുറച്ച് വായിക്കാൻ പറ്റും. കേരളത്തിലെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകർക്കും അങ്ങനത്തെ ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ. എന്താ? വീട്ടിൽ കുടുംബസഹിതം ഇരുന്ന് ഹമാനി മൗലവിന്റെ പരിഭാഷ വായിക്കുന്ന വിസ്ഡം സ്കൂളിന്റെ സിലബസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു അമുസ്ലിമായ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിഭാഷ വായിക്കുന്നുണ്ട്, സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ്, അദ്ദേഹമാണ് അത്തരമൊരു തിരിച്ചറിവ് നമുക്ക് നൽകിയത് എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. അപ്പോ അങ്ങനത്തെ എല്ലാ നന്മകൾക്കും നമുക്ക് നേരം കിട്ടും. രോഗികളെ സന്ദർശിക്കാൻ നേരം കിട്ടും, സാമൂഹികമായ ഇടപെടലുകൾക്ക് നേരം കിട്ടും, പൊതുപ്രവർത്തനങ്ങൾക്ക് നേരം കിട്ടും. സക്രിയമായ ഒരു വ്യക്തിയായി എല്ലാ നന്മകളും പാലിച്ചുകൊണ്ട് തന്നെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ ജീവിക്കാൻ നേരം കിട്ടും. അതാണ് തിരുനബി പറഞ്ഞതിന്റെ അർത്ഥം. മൂന്നാമത്തത് എന്താ അറിയോ? മൂന്നാമത് റസൂലുള്ള പറഞ്ഞത്, നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. നീ രോഗിയാകണിന്റെ മുമ്പ്. അതിന് 80 വയസ്സൊന്നും ആകണ്ട രോഗിയാവാൻ. അല്ലേ? നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം രോഗത്തിലേക്ക് മാറ്റപ്പെടുന്നതിന്റെ എത്ര ഉദാഹരണങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സഹപ്രവർത്തകനെ രോഗമാണ് എന്നറിഞ്ഞ് അദ്ദേഹത്തെ നമ്മുടെ ചില സുഹൃത്തുക്കൾ സമീപിച്ചപ്പോൾ അദ്ദേഹം അവരോട് ഷെയർ ചെയ്തൊരു വാചകം എന്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലെ അവസാന നിമിഷങ്ങൾ അത് എനിക്ക് അനുഭവപ്പെടുന്നത് എന്റെ കഴുത്തിൽ ആരോ കത്തി കൊണ്ട് അറുക്കുന്നത് പോലെയാണ്. എന്റെ പെണ്ണ് ചെറിയ പ്രായമാണ്. അത് വിചാരിച്ച് അവൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിർവഹിക്കുകയാണ്. കഴുത്തിൽ കത്തി കൊണ്ടറുക്കുന്ന വേദന ഞാൻ അനുഭവിക്കുമ്പോഴും എന്റെ ഭാര്യക്ക് അനുഭൂതിയുടെ ഒരു ചെറിയ തലമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന സംതൃപ്തിയാണ് എന്നെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത് എന്നാണ്. ശരീരത്തിലൊരു ചെറിയ മുറിവ് പറ്റിയ ബ്ലഡ് ഇങ്ങനെ ഒഴുകും. ബ്ലഡ് കോട്ടാകുന്ന ശരീരത്തിലെ പ്രത്യേക കണ്ടന്റ് ഒരു പ്രത്യേക പ്രായത്തിൽ അങ്ങോട്ട് ഇല്ലാതാവുക, ഒരു പ്രത്യേക പ്രായത്തിൽ അങ്ങോട്ട് ഇല്ലാതാകുക സുഹൃത്തുക്കളെ. എന്നിട്ടോ ശരീരത്തിൽ ഒരു സൂചിമനയുടെ അത്ര ദ്വാരം വീണാൽ വലിയൊരു ഇഞ്ചക്ഷൻ അടിക്കുന്നത് വരെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോവുക. ഈ രോഗം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ആ രോഗം വന്ന് വീട്ടിൽ ചടഞ്ഞിരിക്കുന്നതിന്റെ മുമ്പ് അഭ്യാസമൊക്കെ കുറച്ചിട്ട് ഈ സിനിമയും സംഗീതവും ഏർപ്പാടും ക്രിക്കറ്റും ഫുട്ബോളും വേണ്ടാത്തരങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് സുജൂദിൽ കിടക്കാനുള്ള നേരം കണ്ടോളി എന്നാ പറഞ്ഞേ. അല്ലേ? അല്ലെങ്കിൽ സുജൂദിൽ പോലും നേരെ കിടക്കാൻ പറ്റൂല. പള്ളിയിലുള്ള കല്ല് തലയിൽ കുത്തിയാൽ ഇറ്റി വീടുന്ന രക്തത്തുള്ളികൾ അടക്കാൻ 12,000ന്റെ ഇഞ്ചക്ഷൻ വേണ്ടി വരും. അള്ളാഹു പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ഇത്തരം ഒരുപാട് രോഗങ്ങൾ ലോകത്തുണ്ട്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം ഐസിയുവിൽ കിടക്കുകയാണ്. രോഗം കലശലാണ്. കാണാനുള്ളവരോടൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ബ്ലഡ് എങ്ങനെ ഛർദിക്കാണ്. എന്താ പ്രശ്നം? ബ്രെയിനിനെയും ഹേർട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് വെറുതെ വളരുക. ഇപ്പൊ ഈ വിരലിങ്ങനെ വെറുതെ വളർന്ന എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ മൂക്ക് ഇങ്ങനെ വെറുതെ വളർന്ന എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആ ഞരമ്പ് വെറുതെ ഇങ്ങനെ വളരുക. എന്നിട്ട് വളരാൻ സ്പേസ് ഇല്ലാതെ കൂട്ടി പിണഞ്ഞത് പൊട്ടുക. എന്നിട്ട് ബ്ലഡ് പോവുക. 10,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം. അവസാനം ഡോക്ടർ അത് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് കിട്ടി. അദ്ദേഹം ഇന്നും ആരോഗ്യവാനായി ജീവിക്കുന്നു. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്താ? അതിനുള്ള ക്യാപ്സൂൾ കൊടുത്തു, അദ്ദേഹത്തിന്റെ രോഗം മാറി. ഇല്ലെങ്കിലോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ സഹോദരന് മാത്രമല്ല ഞരമ്പുള്ളത്, തലയെയും ഹേർട്ടിനെയും കണക്ട് ചെയ്യുന്ന ഞരമ്പ് സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ എത്ര പറഞ്ഞിട്ടും അവസാനിക്കാത്ത ചില തിന്മകൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. മദ്യമാകാം, പലിശയാകാം, വ്യഭിചാരമാകാം, അയൽപക്കത്തെ ആളുടെ സ്വത്ത് കവർന്നെടുത്തതാകാം, പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിന്റെ മുട്ടിബലത്തിന്റെ പേരിൽ മറ്റൊരുത്തന്റെ മാറിൽ പിടിച്ചവന്റെ മുഖത്ത് തല്ലിയതാകാം, കുടുംബ വൈരാഗ്യങ്ങളാകാം, എന്തുമാകാം പ്രിയപ്പെട്ടവരെ, എന്തുമാകാം. പലരെയും ക്രൂരമായി പീഡിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടാകും. കയറി ചെല്ലി മാപ്പ് ചോദിക്കും, ഒന്നും കുറയല്ല. വ്യക്തിബന്ധങ്ങളിൽ തകരാറുണ്ടാകും. ആദ്യമാരാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ച് നടക്കുന്നവരുണ്ടാകും. അള്ളാഹുവേ, കേട്ടതിന്റെ പുണ്യം കൊണ്ട് പഠിച്ചതിന്റെ പുണ്യം കൊണ്ട് പുറത്തു തരണേ എന്നിട്ട് അദ്ദേഹത്തോട് പോയി പൊരുത്തപ്പെടിച്ച് വീണ്ടും നമ്മൾ നന്മകളിലേക്ക് എത്തുക. അല്ലേ? എന്തെല്ലാം രോഗങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും ഉണ്ട്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മസിൽസിന്റെ പവർ പോയി ദുർബലനായി കഞ്ഞി കുടിക്കാൻ പോലും ചുണ്ടിന് ശക്തിയില്ലാത്ത വല്ലാത്ത അവസ്ഥയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. ഞങ്ങളെ കൂടെ PGക്ക് പഠിച്ച ആളാണ്.
ഞങ്ങളുടെയൊക്കെ കൂടെ PG പഠിച്ച ആളാണ്. ഇന്ന് വയറ്റിന് ട്യൂബ് ഇട്ടിട്ട് 23 24 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. ആ ഗതി എനിക്ക് വന്നാൽ, എന്റെ പെണ്ണിന് വന്നാൽ എന്നൊക്കെ നമ്മൾ ആലോചിച്ചാലേ എല്ലാറ്റിനും നേരം ഉണ്ടാകും. ഞാനൊരു സംഘടനയിലുമില്ല, ഞാനൊന്നിലുമില്ല, ഞാനൊരു നല്ല മുസ്ലിമാണെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചെടുക്കുന്ന ആൾക്കാരില്ലേ? ലോകത്ത് മുത്ത് റസൂലുള്ളാഹിക്ക് നേരെയുള്ള എന്തെല്ലാം വിമർശനങ്ങളുണ്ട്, എന്തെല്ലാം തെറ്റിദ്ധാരണകളുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു സഹോദര? പാരീസിലെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച പത്രാഫീസ് തകർക്കപ്പെട്ട ദിവസം തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി കോഴിക്കോട് എത്തുന്നത് വരെ ഉറങ്ങി. കോഴിക്കോട്ട് നിന്ന് 3 പുതിയ പാസഞ്ചേഴ്സിനെ കിട്ടി. അപ്പൊ അവര് വന്ന് ഇരിക്കുമ്പോ തന്നെ ഡയലോഗ് അടിക്കണം. എന്താ അറിയോ? ഇസ്കാ ബാഗ് മേ ഹോനേക്ക് ചാൻസ് ചെയ്യുന്ന ആദ്യത്തെ ഡയലോഗ്. അപ്പൊ അസുഖം മനസ്സിലായി, അവന്റെ ബാഗിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇസ്കാ ധാടി ദേക്കോ അല്ലേ, ആതങ്കവാദി ഹോനേക്ക് ചാൻസ്. ഇങ്ങനെ ഓരോന്ന് ഇവരിങ്ങനെ പറയാണ്. അപ്പൊ ശരിക്കും നല്ലൊന്ന് ഉറക്കം അഭിനയിച്ച് അപ്പൊ കംപ്ലീറ്റ് നമ്മളെ വിട്ടിട്ട് പാരീസിലെ കാർട്ടൂണും പ്രവാചകനും ഭയങ്കര വർത്താനങ്ങളാ പറയുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിന് പാസഞ്ചർ ട്രെയിൻ ആയിരുന്നെങ്കിലും എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടെങ്കിലും ഇവരുടെ ചർച്ച അത് സുഹൃത്തുക്കളെ പലപ്പോഴും ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഒരു സ്റ്റോപ്പും ഇല്ല, അവരെന്നെ ചർച്ച. എനിക്ക് ഒരിക്കലും ഇടപെടാൻ അവസരം തരാതെ. അപ്പോ ഇടയ്ക്ക് ഒരുത്ത മറ്റവനോട് ചോദിക്കണ കേട്ടു. ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ കൂട്ടി കഴമ്പിട്ടാണ് സംസാരം. അതിൽ തന്നെ വേറെ തമാശ ഉണ്ട്, എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, കിതർ പൗഞ്ച, നമ്മളിപ്പോ ഇവിടെ എത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ മെല്ലെ എണീറ്റിട്ട് പറഞ്ഞു, സർ ആപ്കോ കിധർ ജാനാ ഹെ, നെക്സ്റ്റ് സ്റ്റേഷൻ മെയിൻ സ്റ്റേഷൻ കൊയിലാണ്ടി ഹെ, ആപ്കോ കിധർ ജാനാ ഹെ. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ നോക്കാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ ഹിന്ദി കേട്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് ഇവർ നല്ല മലയാളികളാണ്, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ നല്ല ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളെ ഹിന്ദി അങ്ങനെ ഫ്ലുവൻ്റ് ആയി എനിക്കും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ പിന്നെ അവർക്ക് എന്തുണ്ടറിയങ്ങള്, അവർക്ക് എന്നെ മാനേജ് ചെയ്യണല്ലോ. അപ്പോ ഉസ്താദും സേറും ഒക്കെ ഇടക്കും തലക്കും വിളിച്ചിട്ട് അവർ പറഞ്ഞു, എപ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് മുസ്ലിം രാജ്യങ്ങളിലാണല്ലോ. അങ്ങനെ ആവുമ്പോൾ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ ചിലപ്പോൾ വയലന്റ് ആകും. അതിന്റെ ഒരു ഇരയാണ് അങ്ങ് ആയത് എന്നുള്ളൊരു ചുരുക്കം അവർ അവതരിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, അവരെ തിരുത്താൻ എന്റെ ചെറുപ്പക്കാരെ നമുക്ക് ഇറങ്ങിക്കൂടെ? അതിന് കിട്ടണ ആനന്ദണ്ട് നിങ്ങൾക്ക് അറിയില്ലത്. പാൻപരാഗ് കൈക്കിട്ട് പടച്ചോൻ തന്ന ഈ പെരുവിരലുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പടച്ചോൻ തന്ന ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ട് കാറോ ബൈക്കോ ഓടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് അല്ലെങ്കിൽ തനിക്ക് അവകാശമില്ലാത്ത ഒരു പെണ്ണിന്റെ വെളുത്ത മേനിയോട് ചേർത്ത് കിടന്ന് ആസ്വദിക്കുമ്പോഴൊക്കെ ഉള്ള ആനന്ദം ഉണ്ടല്ലോ, അതിലേറെ വലിയ ആനന്ദം സുഹൃത്തുക്കളൊപ്പം പോയി ഊട്ടിയിലെ ടൂർ കഴിഞ്ഞെത്തുമ്പോൾ വണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് തിരിച്ചു പോരുമ്പോൾ മുഖത്തേക്ക് വരുന്ന ശാന്തക്കാറ്റ് നൽകുന്ന ആനന്ദമുണ്ടല്ലോ, അതിലേറെ വലിയ ആനന്ദം ഉണ്ടാവുക എപ്പോന്നറിയോ? ഒരാളെങ്ങനെ തിരുത്തുമ്പോ ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് സർ ഗാന്ധിജിയെ കൊന്നത്? ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ ആയിരുന്നു. ഗോഡ്സെ ഏത് മതസ്ഥനാണ് സർ? ഗോഡ്സെ ഹിന്ദു ആയിരുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികളാന്ന് പറയാൻ പറ്റുമോ? ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഉസ്കോ ദേഖോ എന്ന് അങ്ങ് പറയോ? മൗനാണ് അവർക്ക്, അല്ലെങ്കിൽ ഇല്ല എന്ന തലയാട്ടലാണ് അവർക്ക്. ആരായിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നത്? സിഖുകാരനായിരുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് സിഖുകാർ മുഴുവൻ തീവ്രവാദികളാണോ സർ? ആരാണ് സർ രാജീവ് ഗാന്ധിയെ കൊന്നത്? തമിഴനല്ലേ, അതുകൊണ്ട് തമിഴന്മാർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഉത്തരല്ല. അവർ നിഷ്കളങ്കായിട്ട് കേൾക്കുകയാണ്. ബാഗിൽ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് നിങ്ങളെ വെടിവെക്കാനുള്ള തോക്കെടുക്കാനല്ല, തമാശയായിട്ട് നിങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വന്ന് നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് വെടിവെക്കാനല്ല. അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിച്ചേ? ഈ പുസ്തകം വായിക്കണം. ജീവിതം എന്തിനു വേണ്ടി എന്ന പുസ്തകം കൊടുത്ത് പയ്യോളിയിലെ പിന്നെ സ്റ്റേഷനിൽ ലോക്കൽ ട്രെയിൻ നിർത്തി ഇറങ്ങി ഞാൻ പോകുമ്പോൾ ആ ട്രെയിനിന്റെ സൈഡ് സീറ്റിലിരുന്ന് അവരെന്നെ നോക്കുന്ന നോട്ടത്തിൽ ഒരു സത്യാന്വേഷണം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ എന്റെ അത്യാഗ്രഹമായിരിക്കാം. എന്താണെങ്കിലും അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഈ പണിക്ക് ആരാ ഉള്ളതെന്ന് ഞങ്ങൾ ചോദിക്കണത്? ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല, വേറൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മ ഇടവഴികളിലൂടെ നടന്നപ്പോൾ ഞങ്ങൾ കണ്ട ചില തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകൾ ഞങ്ങളെ പ്രഭാഷണങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞങ്ങളെ എഴുത്തുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടന അജണ്ടകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് +2 കാരിയായ പെൺകുട്ടിയെ അപക്വത നിറഞ്ഞ പ്രായത്തിൽ പ്രേമം അഭിനയിച്ചു കൊണ്ടുപോയി അവളുടെ ഗർഭാശയഭിത്തിയിൽ RSSകാരന്റെ ഭ്രൂണം കടത്തിവിട്ടാലേ മതം പ്രചരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷം ഇവിടുത്തെ വർഗീയവാദികളിൽ നിന്നും ഇന്ത്യയെ വായിക്കാതിരിക്കുക,
അതല്ലെങ്കിൽ ഞാൻ പറയുന്നു, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലി തകർത്ത അപക്വമതികളായ ഏതാനും തീവ്രവാദികളിൽ നിന്ന് ഇന്ത്യയെ വായിക്കാതിരിക്കുക. മറിച്ച് ബോംബെയിലെ കലാപ തെരുവുകളിലൂടെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് എനിക്കറിയാം. പ്രഭാഷണങ്ങൾക്ക് പങ്കെടുക്കുന്ന എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അറിയാം. അദ്ദേഹത്തിന് വിസ ക്യാൻസൽ ആകും. ടിക്കറ്റ് ആണെങ്കിൽ ബോംബെയിലെ എയർപോർട്ടിൽ നിന്നാണ്. ബോംബെയിലെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ഇറങ്ങിയ അദ്ദേഹം കലാപത്തിന്റെ നാളുകളിൽ ടാക്സി ഡ്രൈവർ എടുത്ത് കയറിയിരുന്നപ്പോൾ പേര് ചോദിച്ചു, മുസ്ലിം പേര്. ടാക്സി ഡ്രൈവറായ ഹിന്ദു അദ്ദേഹത്തിന്റെ നെറ്റിയിലെ പൊട്ടെടുത്തിട്ട് അദ്ദേഹത്തിന് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് ഇതല്ല, നിങ്ങളുടെ പേര് ഇന്നതാണ്, ഒരു ഹിന്ദു പേരാണ്. ഈ വഴികളിൽ മുഴുവൻ കലാപമാണ്, നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്തേണ്ടേ. ഈ മാനസികാവസ്ഥയുള്ള കോടിക്കണക്കിന് ഇന്ത്യയിലെ പൗരന്മാർക്ക് നന്മ എത്തിച്ചു കൊടുക്കുന്ന ഈ മഹാ വെളിച്ചം നിങ്ങൾക്കറിയോ? കർസേവ കഴിഞ്ഞ് ആ പള്ളിയൊക്കെ തകർത്തതിന്റെ ശേഷം ഈ രംഗത്തെ വിമർശനങ്ങളും അല്ലാത്തതൊക്കെ വായിച്ച ഒരു കർസേവകൻ ഇസ്ലാം സ്വീകരിച്ചു. ആ കർസേവകൻ ഇന്ത്യയിലെ 17 കോടി മുസ്ലിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മുസ്ലിങ്ങളെ, ഞാൻ RSSകാരനായിരിക്കെ എന്തേ നിങ്ങൾ എനിക്ക് വെളിച്ചം പകരാത്തത്? അല്ലേ, അതാ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ക്ഷേത്രമുറ്റങ്ങളിൽ അവരെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാൻ കേൾക്കാൻ അവർ കാണിക്കുന്ന വിശാല മനസ്സിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ബദറിന്റെ കഥ പറഞ്ഞ്, ഉഹദിന്റെ കഥ പറഞ്ഞ്, ഖന്തക്കിന്റെ കഥ പറഞ്ഞ്, ഐൻ ജാലൂത്തുകളുടെ കഥ പറഞ്ഞ്, സ്പെയിൻ വിജയത്തിന്റെ കഥ പറഞ്ഞ്, നിങ്ങളുടെ രക്തത്തിൽ വികാരം തിളപ്പിച്ച് കയ്യിൽ കത്തി തന്ന് ഇതാണ് ജിഹാദ് എന്ന് പറയുന്നവരോട് പറയുക, നിങ്ങൾ എന്ത് ഇതല്ല ജിഹാദ്. ഇവിടുത്തെ ജിഹാദ് മസ്തിഷ്കങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ബോംബ് തലകൾക്ക് നേരെ എറിയലല്ല. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന രാഷ്ട്രത്തലവന്റെ നേരെ ബോംബെറിയലല്ല, മിസൈൽ പായിക്കലല്ല. വാപ്പയെയും ഉമ്മയെയും വീട്ടിലാക്കി വൃതകളായ വയോധികരായവർക്ക് മരുന്നെടുത്തു കൊടുക്കേണ്ട അവസ്ഥയുള്ളവരെ ഒഴിവാക്കി ഒരിക്കലും ഒളിപ്പോരികൾക്ക് പോകലല്ല. മറിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവനും അല്ലാത്തവനുമായ ആളുകൾക്കൊക്കെ വെളിച്ചം പകരലാണ്. അവരുടേതാണ് ഈ ഗ്രന്ഥം, നമ്മുടേത് മാത്രമല്ല. ആ ഗ്രന്ഥത്തിന്റെ നന്മകൾ എത്തിക്കുന്ന മഹാദൗത്യത്തിൽ സുഹൃത്തുക്കളെ ആർക്കും പങ്കാളികളാകാൻ പറ്റും. അതിന് പൈസ വേണം, അതിന് ക്യാഷ് വേണം. നിങ്ങളൊക്കെ സഹായിക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. 8,14,011 വീട് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 40 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പ്രൊജക്ട് സംഘടന എറണാകുളം ജില്ലയിലെ മുജാഹിദ് പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന് എത്ര ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വേണം. ജീവിതം എന്തിനു വേണ്ടി എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി നിങ്ങളും സമ്പാദിക്കുക. എന്നിട്ട് 100 വീടുള്ള ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടുണ്ട് നമ്മള്. നിങ്ങൾക്ക് എത്ര ബ്ലോക്കുകളിലേക്ക് ആ പുസ്തകം കൊടുക്കാൻ പറ്റും ആലോചിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ദാരിദ്ര്യത്തിന്റെ മുന്നേ നിന്റെ സമ്പന്നത നീ ശ്രദ്ധിച്ചോ. വല്ലാത്തൊരു വാക്കാണത്. ഇപ്പൊ നീ പൈസക്കാരനാ. ഒരു രോഗം വന്നാൽ 10 ഇഞ്ചക്ഷന്റെ പൈസ പോലും നിന്റെ ബാങ്ക് ബാലൻസ് ആയിട്ടില്ല. IMB എന്ന പേരിൽ പിന്നെ നമ്മൾ ആതുര സേവന രംഗത്ത് ഇസ്ലാഹി കൂട്ടായ്മ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ കീഴിൽ കിഡ്നി രോഗികൾക്ക് വേണ്ടിയുള്ള ഡയാലിസിസ് സെന്റർ ഉണ്ട്, കോട്ടക്കൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് 40-ലധികം മെഷീൻ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 40 രോഗികൾക്ക് വേണ്ട ഡയാലിസിസ് ചെയ്തു കൊടുക്കാവുന്ന മെഷീൻസ് ഉണ്ടായിരുന്നു. നാട്ടിലും മറുനാട്ടിലുമുള്ള ആളുകളുടെ സഹകരണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിലേക്ക് എത്തിച്ചൊരു ചിന്തയുണ്ട്. എന്താ അറിയോ, അതിന്റെ ഒരു മുതിർന്ന പ്രവർത്തകനെ ഒരു മുസ്ലിം സഹോദരി വന്ന് കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? എന്താ കാരണം എന്നറിയോ നിങ്ങള്? അവരുടെ ഭർത്താവ് രോഗിയായി, ഉള്ളതൊക്കെ വിറ്റ് അവരെ ചികിത്സിച്ച് അവസാനം കയ്യിൽ ക്യാഷ് ഇല്ലാതായപ്പോ അവരുടെ അയൽക്കാരന്റെ അടുത്ത് നിന്ന് ക്യാഷ് ചോദിച്ചു തന്നപ്പോ ആദ്യത്തെ തവണ കൊടുത്തു. 2ാമത്തെ തവണ പകരം ചോദിച്ചത് ആ ചെറുപ്പക്കാരിയുടെ വെളുത്ത ശരീരാണ്. അപ്പോ ഒന്ന് ഭർത്താവിനെ ചികിത്സിക്കേണ്ട പ്രതിസന്ധി, 2 ആ ഭർത്താവിനെ ചതിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ആത്മഹത്യക്ക് പറ്റുമോ? ഇത് കേൾക്കുമ്പോ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഞാനാണ് കിടക്കണതെങ്കിൽ, എന്റെ പെണ്ണിനോടാണ് സഹോദര ചോദിച്ചതെങ്കിൽ, അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനത്തെ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ വലിയ പണിയൊന്നുമില്ല. ആഴ്ചയിൽ 3 ഡയാലിസിസ്, ഓരോന്നിന് 5000 രൂപ വീതം അല്ലെങ്കിൽ 3000 രൂപ വീതം. എത്ര കാലം നമ്മൾ ചികിത്സിക്കും? അതുകൊണ്ട് ഉള്ളതൊക്കെ ഉള്ള സമയത്ത് എടുത്തു കൊടുത്തോന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയാണ്.
അതുകൊണ്ട് നിങ്ങൾക്കതിൽ പങ്കുചേരാൻ പറ്റും. ഞാൻ 10,000 വീട്ടിലേക്കുള്ളത് തരാം, ഞാൻ 5,000 വീട്ടിലേക്കുള്ളത് തരാം. എൻ്റെ 5 മക്കളെ, വിദേശത്തുള്ള 5 മക്കളെ, നാട്ടിൽ അധ്യാപകരായ 2 മക്കളെ ഒക്കെ വിളിച്ച് സംസാരിച്ച് അവരുടെ കൂടെ ഓഹരി ഞാൻ സംഘടിപ്പിച്ചു തരാം എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ സമീർ മദീനി അടക്കമുള്ള, പിന്നെ നസീർ മൗലവി അടക്കമുള്ള ആരെയും നിങ്ങൾക്ക് ബന്ധപ്പെടാം, ക്യാഷ് ഏൽപ്പിക്കാം, കൃത്യമായ അതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാം. എന്നിട്ട് ഈ ദൗത്യത്തിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുചേരാമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കണം. പഠിക്കണം. നമ്മൾ പഠിക്കാൻ എത്ര സൗകര്യങ്ങളുണ്ട്. ഖുർആനിന്റെ സൂറത്തുകളുടെ അർത്ഥം നമുക്കറിയോ? ഓതുന്ന സൂറത്തിന്റെ അർത്ഥം നമുക്കറിയോ? അതൊക്കെയാണ് നമ്മളെ തകരാറ്. ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം അറിയണം. ഈ വഴിതെറ്റിയോടുന്ന ട്രാക്കിൽ നിന്ന്, ഈ വഴിതെറ്റിയോടുന്ന ഈ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി എന്താ അറിയുന്നത്? ഖുർആനുമായിട്ടുള്ള ബന്ധം. ആ പരിഹാരം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖുർആനുമായിട്ടുള്ള ബന്ധം. അല്ലാഹുവേ, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്താക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? എന്താ വസന്തത്തിന്റെ പ്രത്യേകത? വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങളിൽ വന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റകൾ, അല്ലേ, കിളിനാഥങ്ങൾ, മഞ്ഞ് പെയ്യുന്ന പ്രഭാതം, വൈകുന്നേരത്തിന്റെ ശാന്തത ഒക്കെ ഉണ്ട്. അതാക്കണേ ഖുർആനിനെ എന്ന് പറഞ്ഞില്ലേ? അതാകണമെങ്കിൽ ഖുർആന്റെ അടുത്തേക്ക് ചെല്ലണം, അർത്ഥറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പേരിൽ ഷമീർ മദീനി തന്നെ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും മഗ്രിബിന് ശേഷം മുജാഹിദ് സെന്ററിൽ QHLS ക്ലാസ് നടക്കുന്നുണ്ട്. 1 മണിക്കൂറാ ക്ലാസ് ഉണ്ടാകും. 1 മണിക്കൂർ. എന്താ അവിടെ പഠിക്കണത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم كلا سوف تعلمون. അൽഹാകുമുത് തകാസുർ, പരസ്പരമുള്ള പെരുമ നടിക്കൽ നിങ്ങളെ നഷ്ടത്തിലെ ആക്കിയിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിലേക്ക് എത്തും വരെ, ശ്വാസം നിലക്കും വരെ ഇത് തുടരും. അല്ലേ? ഇതിന്റെ അർത്ഥങ്ങളിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. 1, നമ്മൾ ആ ഖുർആൻ പഠന സദസ്സിലെത്തുക. 2, ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക. പരിഹാരം ഇങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ പല സുഹൃത്തുക്കളെ അനുഭവം പറഞ്ഞല്ലോ. 100 ആൾ അനുഭവം വേണമെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് എന്നെ ഒന്ന് ആലോചിക്കാനും എന്റെ പേപ്പറും കടലാസൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു വെക്കാനും പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞേ, മീഡിയകൾക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണോ? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളെ കൂട്ടായ്മ പറഞ്ഞു തരാം. ഇഷ്ടം പോലെ നമ്മളായി ഉണ്ടാക്കിയ പരിവർത്തനാണത്. എന്തേ ചെയ്തിട്ടുള്ളൂ? ഖുർആനുമായിട്ടുള്ള ബന്ധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർക്ക് ചിട്ടുണ്ടാക്കി കൊടുത്തു. അല്ലെ, സുബഹിന് അലാങ്കളൊക്കെ അടിക്കട്ടെ, എണീക്കട്ടെ, ടോർച്ച് വെളിച്ചത്തിൽ, മൊബൈൽ ഫോണിന്റെ ടോർച്ച് വെളിച്ചത്തിൽ ഇടവഴികൾ പിന്നിട്ട് പള്ളിയിൽ 1ാമത്തെ സഫിൽ എത്തുക സഹോദര. നാളെ സുബൈക്ക് അത് സംഭവിക്കട്ടെ. നാളെ സുബൈക്ക് നമുക്ക് അസുഖം വന്ന് നടക്കാൻ പറഞ്ഞാലേ നമ്മൾ നടക്കൂലേ? അപ്പൊ നമുക്ക് മഞ്ഞ് പ്രശ്നമല്ല. 3 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നടക്കും, അല്ലേ? അതുകൊണ്ട് 2, 3 സുന്നത്ത് നിസ്കാരങ്ങൾ സ്ഥിരം ചെയ്യാവുന്ന ചിലതൊക്കെ തുടങ്ങും. ഉദാഹരണം, സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത്, സുബഹി ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് തഹജ്ജുദ് ഒരു 3 റക്അത്ത്, അല്ലേ? ഇപ്പോ 5:58 ജമാഅത്ത് പല പള്ളികളിലും, അല്ലെ? 6 മണിയോടടുക്കുന്ന സമയത്താണ് നമുക്ക് തഹജ്ജുദ് തുടങ്ങാവുന്ന സമയം. വേറൊന്ന്, ഒരു നോമ്പ് കഴിഞ്ഞ അടുത്ത നോമ്പ് വരെ പിന്നെ നോമ്പില്ലാത്ത സ്ഥിതി ഉണ്ടാകരുത്. ചില തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ നമുക്ക് പട്ടിണിയാണ് ശരിക്കും. എന്താ ഭാര്യ നീ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒന്നാണ് അത്താഴത്തിന് എണീറ്റ? എന്താ എണീറ്റ സുഹൃത്തുക്കളെ? വീട്ടിലെല്ലാവർക്കും നോമ്പുണ്ടെങ്കിലേ ആ അന്തരീക്ഷം കിട്ടുള്ളൂ. എല്ലാ തിങ്കളാഴ്ചയും വേണ്ട, മാസത്തിലൊരു തിങ്കളാഴ്ച നമുക്ക് നോറ്റുകൂടെ? അല്ലേ? മാസത്തിലൊരു തിങ്കളാഴ്ച നോറ്റുകൂടെ? വേറൊന്ന്, പാവങ്ങളെ സഹായിക്കുക. ചില ആളുകൾക്ക് 1 ലക്ഷം കൊണ്ട് സഹായിക്കാൻ പറ്റും, ചില ആളുകൾക്ക് 25 ഉറുപ്പിക കൊണ്ട് സഹായിക്കാൻ പറ്റുള്ളൂ. എന്നും ചൊവ്വാഴ്ച നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന ഒരു കാരണൂരില്ലേ, ഭാര്യനെയും കൊണ്ട് ഇത്ര കൊല്ലായി ഒരു കയറാൻ തുടങ്ങിയിട്ട് അയാളെ കയ്യിൽ സലാം പറഞ്ഞപ്പോ ഒരു ചെറിയ തടയിൽ ഒരു 500 നോട്ട്, ആരും അറിയണ്ട. ഒരു രോഗിനെ പോയി ആശുപത്രിയിൽ കണ്ടുവരുമ്പോ കട്ടിലിന്റെ ചോട്ടിൽ ആ പൈസ വെച്ചിട്ട് ലിഫ്റ്റ് ഇറങ്ങുമ്പോ ഒരു മെസ്സേജ് അയക്കലില്ലേ, എന്റെ കട്ടിലിന്റെ ചോട്ടില്, ബെഡിന്റെ ചോട്ടിലുണ്ട് ഒരു ചെറിയ പൈസ, അതെടുത്തോ. എന്താ ലക്ഷ്യം? കൂടെ വന്ന ഭാര്യ പോലും അറിയരുത്, അല്ലെ? അങ്ങനത്തെ നന്മകൾക്ക് സുഹൃത്തുക്കളെ നമുക്ക് നിന്നുകൂടെ? പാവപ്പെട്ട നമ്മുടെ മോനൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു അനാഥ കുട്ടിക്ക് കൂടി ഒരു കുപ്പായം നമുക്ക് വാങ്ങിക്കൂടെ? എന്നിട്ട് നമ്മളെ മോനെയും കൊണ്ടൊന്ന് പോയിക്കൂടെ? കാണിച്ചു കൊടുത്തുകൂടെ? നമ്മുടെ ഉപ്പയുടെ ഖബറിന്റെ അരികിൽ പോയി അതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്താണ്. മരണം ഓർമ്മപ്പെടുത്താണ്. മുലഖത്തവറുല്ലാഹുവിനെ മരണം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു വേലക്കാരനുണ്ടായിരുന്നു എന്നാണ്. അതാ വേല, അല്ലാതെ അലക്കലും തുടക്കലും അല്ല. മരണം ഓർമ്മ, ഉമറേ മരിക്കട്ടോ എന്ന് പറയാം.
അങ്ങനെ താടിയിൽ ആദ്യത്തെ രോമം നരച്ച് കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, റിമൈൻഡർ മുഖത്തെത്തിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തുന്ന ആള്. നമ്മളും ചെന്നോക്ക്, ശ്മശാനത്തിലേക്ക് 5 വയസ്സായ മോന്റെ കൈയൊടിച്ചൊന്ന് പോയോക്ക്. ആ ശ്മശാനത്തിലെ മൂകതയിൽ നിന്ന് ഒരു മീസാൻ കല്ല് തലക്കും പുറത്തും, മറ്റേ മീസാൻ കല്ല് കൽബിലും വെച്ച് ബാപ്പാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. ഇറങ്ങുമ്പോ ചോദിക്കണം, മോനോ ഉപ്പച്ചിന്റെ കുട്ടി, ഉപ്പച്ചി മരിച്ചാൽ വരൂലേ എന്റെ ഖബറിന്റെ അരികിലേക്ക്? സഹോദര, ഒരു ചവിട്ടടി ഉണ്ടാകണമെങ്കിൽ എന്റെ മകനെ ഞാൻ ആ അർത്ഥത്തിൽ വളർത്തണം. കുട്ടികള് എല്ലാ ലെവലും വിട്ട് മറ്റേ ചന്തി കാണുന്ന സുക്കൂറിന്റെ പാന്റ്, ഓമന പേരിട്ട പാന്റും ഇട്ട് മൂളിപ്പാട്ട് സിനിമാ ഗാനം പാടുമ്പോഴാ ഹെഡ് മാസ്റ്റർ കുരുത്തക്കേടിന് പിടിക്കുമ്പോഴാ രക്ഷിതാക്കൾ ചിന്തിക്കാറുള്ളത് മക്കളെ നന്നാടിനെ കുറിച്ച്. ഇപ്പോഴേർപ്പാടാക്കി കൊടുക്കും. കാസർഗോഡ് നടക്കുന്ന പ്രോഫ് കോണിലേക്ക് ഇവിടുന്ന് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിയെ, പ്രൊഫഷണൽ വിദ്യാർത്ഥിയെ, പെങ്ങളുടെ കുട്ടിയെ, നാട്ടിലെ കുട്ടിയെ ആ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി അവനൊരു പുതിയ മനുഷ്യനായി വരും. അവനെ നിങ്ങൾ പള്ളിയിലെ സൊഫിൽ കാണും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവന്റെ ജീവിതത്തിൽ അവൻ ഓടിക്കണ ബൈക്കിന്റെ സ്പീഡ് കുറയും. അവന്റെ ജീവിതത്തിലെ വായനയുടെ ഏരിയ മാറും, അവന്റെ കാഴ്ചയുടെ ഏരിയ മാറും. അത് കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവമാണ്. ആ അനുഭവം സാക്ഷി ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ദൗത്യത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ണിയാകുക. അപ്പോ ഇങ്ങനെയുള്ള ചില നന്മകളിലേക്ക് നമ്മൾ എത്തണം. സ്വകാര്യ ജീവിതത്തിൽ തെറ്റിലേക്ക് എത്തിക്കുന്ന എല്ലായിടത്തും ഒഴിവാക്കുക. വാട്സപ്പ് പറ്റിക്കണമെങ്കിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതല്ല സിസ്റ്റമാണ് അതുകൊണ്ട് എടുത്ത് ഒഴിവാക്കി കളി, സ്വർഗം കിട്ടണം അല്ലെ? കൺട്രോളുകൾ ഏർപ്പെടുത്തുക. ഒറ്റക്കാകണതാണോ പ്രശ്നം? ഒറ്റക്കാകാതിരിക്കുക. ഒറ്റക്കാകുമ്പോഴെല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്ന ആത്മബോധം മനസ്സിനെ നമ്മൾ ഓരോരുത്തരും പഠിപ്പിക്കുക. ഈ സഞ്ചാര വഴിയിൽ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു കൂട്ടായ്മയായിട്ടാണ് തീർച്ചയായും 2015 ഈ തദ്കിറ എന്ന പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കൂട്ടായ്മ തെരുവിൽ നിന്ന്, ഊടുവഴികളിൽ നിന്ന്, കുടിലുകളിൽ നിന്ന്, പാവങ്ങളായ മനുഷ്യരുടെ ഹൃദയത്തിൽ തളം കെട്ടി നിന്ന ദുഃഖത്തിന്റെ വാചകങ്ങളിൽ നിന്ന് കിട്ടിയ പുതിയ തിരിച്ചറിവിനെ പ്രമാണവുമായി കൂട്ടിച്ചേർത്തുള്ള ഒരു വലിയ പ്രയാണമാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ജീവിതം ഒരിക്കലും ഷോപ്പിൽ നശിപ്പിക്കേണ്ടതല്ല. ജീവിതം ഒരിക്കലും മക്കളെ പോറ്റി 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 കളയേണ്ടതല്ല. പ്രവാസിയായി തീർക്കേണ്ടതല്ല. ഞാൻ പറയാണ്, പ്രവാസിയായി അവസാനം അവിടുത്തെ ദേശീയ പാതയിൽ ആക്സിഡന്റ് പറ്റി ആരാണെന്നറിയാതെ അൺനോൺ ഇന്ത്യൻ എന്ന് ആ തള്ളാമ്പരിന്റെ തലപ്പത്ത് എഴുതി വെച്ച് അവസാനം മോർച്ചറിയിൽ സൂക്ഷിക്കപ്പെട്ട ഫ്രീസറിലെ മേനി വീട്ടുമുറ്റത്തെത്തുമ്പോൾ നിന്റെ ഭാര്യയില്ലേ, അവള് ആ വെളുത്ത വസ്ത്രം മുഖത്തുനിന്ന് മാറ്റി നോക്കിയിട്ട് ഒരു കണക്ക് കൂട്ടൽ കൂട്ടു. എന്താ അറിയോ? എത്ര കൊല്ലം ഒന്നിച്ചു ജീവിച്ചു, എത്ര കൊല്ലം ഒന്നിച്ചുറങ്ങി, എത്ര ദിവസം ഒരു ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ ഒന്നിച്ചുണ്ടായി. ആ കണക്ക് അവൾക്ക് തൃപ്തി നൽകുന്ന കണക്കല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചെക്ക് ബുക്കിലെ ചതുരക്കള്ളിയിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ബാക്കി വെച്ച ബാങ്ക് ബാലൻസുകൾ എത്ര വലുതാണെങ്കിലും പ്രിയപ്പെട്ടവരെ അതൊന്നുമല്ല. അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ പ്രവാസത്തിന്റെ അതിർത്തി നിശ്ചയിക്കണം, സ്വപ്നങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കണം. നമ്മളെല്ലാരും വീടിന് തറയിട്ടാൽ ആ തറ പൂർത്തീകരിക്കാൻ പലിശപ്പണം വാങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഒരു റൂം പിന്നെ ഉണ്ടാക്കാം. ചെത്തിത്തേക്കാത്ത നിലത്ത് പുൽപ്പായ വിരിച്ച് കിടക്കേണ്ടി വന്നാലും ഞാൻ പലിശ വാങ്ങില്ല എന്ന് തീരുമാനിച്ചുള്ള ഗുണം തരങ്ങള്. അതിൽ നിന്ന് ജനിക്കുന്ന പുതിയ കുഞ്ഞുങ്ങൾ നമുക്ക് അനുഭൂതി നൽകും. തന്റെ ഭാര്യയുടെ കറുത്ത മേനിയുടെ കൂടെ, ദുർബലമായ അവരുടെ ശരീരത്തിന്റെ കൂടെ ഷുഗർ രോഗിയായി മനുഷ്യൻ ഇടകിച്ചേരുന്ന ഇന്റർകോഴ്സസിന്റെ മുഹൂർത്തങ്ങൾക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. വല്ലാത്ത അനുഭൂതിയായിരിക്കും അത്. അതുകൊണ്ട് അത്തരം നന്മകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ പ്രൗഢമാക്കിയ മുഴുവൻ ആളുകൾക്കും ഈ സന്ദർഭത്തിൽ ഹൃദയം തുറന്ന് നന്ദി പറയണം. ഏതൊരു സംഘാടകനും റീസ്റ്റാർട്ടിങ്ങിന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. മൈക്കന്റെ മുന്നിൽ നിൽക്കുന്നതിലേറെ ഈ മൈക്ക് അവിടെ വെച്ചു കൊടുക്കുന്ന ആളായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽപ്പെട്ട വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്കതറിയാം. സംഘാടകൻ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങൾ, അതിൽ പങ്കുചേർന്ന ഓരോരുത്തർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഇനിയും വളരണം. ഇവിടെ ഇനിയും ഒരുപാട് ആളുകൾ എത്തണം. ഇത് ഓരോന്നും 2015 12 മാസത്തിലേത് ഓരോരുത്തർക്ക് ഏറ്റെടുക്കാം. അതിന്റെ ചെലവ് ഞാൻ എടുക്കാം എന്ന് സ്വകാര്യമായി നിങ്ങൾക്ക് സംഘാടകരോട് പറയാം, അല്ലേ?
അതിലെ ചെലവ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് അത് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. അല്ലെങ്കിൽ പകുതി ചെലവ് ഞാൻ തരാം, 4/1 ഞാൻ തരാം എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഇതിലൊരു ബക്കറ്റ് പോകേണ്ട പ്രശ്നം വരില്ല. അതുകൊണ്ട് ഏറ്റെടുത്ത് നമ്മളൊക്കെ മുന്നോട്ട് പോവുക. പെരുമ്പാവൂരിൽ ഇറങ്ങുമ്പോഴെങ്കിലും നിങ്ങളൊക്കെ വരിക. ഇവിടുത്തെ ഊടുവഴികളിലൂടെ പോയി ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഏലസ് കെട്ടിയവർ ഏലസ് പൊട്ടിച്ച് കൈ കൊടുക്കണം. അറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തന്നിട്ടില്ല. ജാറത്തിങ്കൽ പോകണോൻ അത് പിൻവലിക്കാണ് അല്ലെ, തകടു ഏലസൊക്കെ കെട്ടിയവൻ അപ്പൊ തന്നെ തയ്ച്ചിടാണ്. അറിയില്ല സുഹൃത്തുക്കളെ ജനങ്ങൾക്ക്. അതുകൊണ്ട് ഈ മഹാ ഉദ്യമത്തിൽ നിങ്ങൾ വരിക. ഇടത്തു നിന്നും വലത്തു നിന്നും കേൾക്കുന്ന ചില വിളികളും ചില ശബ്ദങ്ങളും ഉണ്ട്. അത് അവഗണിച്ചിരിക്കുന്നു പൂർണ്ണമായി. അത് കേൾക്കാൻ ഇപ്പോൾ മനസ്സില്ല. അതവർ വിളിക്കട്ടെ, അവർ ചെയ്യട്ടെ. വിശുദ്ധമായ പള്ളികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന എല്ലാ സംരംഭങ്ങളും, വിശുദ്ധമായ പള്ളികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സംഖ്യകൾ അത് പള്ളികൾക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസം വരും. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക, കാത്തിരിക്കുക. പ്രാർത്ഥന കൊണ്ട് കടൽ പിളർന്നിട്ടുണ്ട് എന്ന് മറക്കാതിരിക്കുക. പ്രാർത്ഥന കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒട്ടകം ഒരു പ്രവാചകന് വേണ്ടി മലമുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഇന്നും ആ ശക്തി ഉണ്ട്. ഗുഹയിൽ റസൂലുള്ളാഹിയെ സംരക്ഷിച്ച അതേ പടച്ചോൻ തന്നെ ഇപ്പോഴും ഉള്ളത്. മൂസാ നബിക്ക് കടൽ പിളർത്തി കൊടുത്ത അതേ പടച്ചോൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് QHLS നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. എല്ലാ തദിക്കറകൾക്കും വന്ന് സദസ്സിലിരുന്ന് ഇൽമു ഉൾക്കൊണ്ട് ആവേശത്തോടുകൂടെ തിരിച്ചു പോകുന്ന ഈ കൂട്ടായ്മയുമായി ഈ തദിക്കറയല്ലാത്ത മറ്റൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇത് സംഘടനാ മെമ്പർഷിപ്പിന്റെ താഴെ ഒപ്പിട്ട ബന്ധമല്ല ചോദിക്കുന്നത്, മറിച്ച് അള്ളാന്റെ ദീനെത്തിക്കുന്ന ഒരു ബന്ധം നമ്മൾ തമ്മിൽ വേണം. ആ ബന്ധം വേണം. അതിന്റെ ഭാഗമാണ് ഡോർ ടു ഡോർ എന്ന സംരംഭം. ഈ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്, അതിലേക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളത്. അതോടൊപ്പം നിങ്ങളുടെ ഖുർആൻ പഠനം, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എല്ലാ തിങ്കളാഴ്ചയും മഗ്രിബിന്റെ ശേഷം ഇവിടെ ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും സുബഹിക്ക് ശേഷം ഇതേ പെരുമ്പാവൂരിലെ നമ്മുടെ സെന്ററിൽ വെച്ച്, പാലക്കാട്ടു താഴം മുജാഹിദ് സെന്ററിൽ വെച്ച് സുബഹിന്റെ ശേഷം മജ്ലിസുൽ ഇൽമ നടക്കുന്നുണ്ട്. എന്താ മജ്ലിസുൽ ഇൽമ എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ സംബന്ധിച്ച വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകളെ പറ്റി നമുക്ക് എന്താ അറിയാം? കിതാബുകളെ പറ്റി നമുക്ക് എന്താ അറിയാം? അന്ത്യദിനത്തിന്റെ അടയാളങ്ങളെ പറ്റി നമുക്ക് എന്താ അറിയാം? അതൊക്കെ പഠിക്കുന്ന സദസ്സുണ്ട്. അപ്പൊ രാവിലെ കുറച്ചു നേരത്തെ നമ്മളെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ കാറിന് എടുക്കുകയാണെങ്കിൽ ഭാര്യനെയും കൂടി കൂട്ടിയിട്ട് നമുക്കിവിടെ എത്താം. സുബഹി നിസ്കരിച്ച് ആ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഷോപ്പിലേക്കോ എവിടേക്കുവാണെങ്കിലും പോകാം. അതൊക്കെ തരുന്നൊരു വല്ലാത്ത അനുഭൂതി ഉണ്ട്. അത് ആസ്വദിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ. ഇന്ന് പാതി വസ്ത്രം ധരിച്ച നമ്മളെ ഭാര്യയല്ലേ നമ്മളെടുത്ത് പറയാ എനിക്കൊരു പർദ്ദ വേണമെന്ന്, കുറച്ചും കൂടി കഴിയുമ്പോ പറയാ എനിക്കെന്റെ മുഖത്ത് നിക്കാബ് ഇടണമെന്ന്. പുണ്യാണത്, ഒരു സംശയമല്ല. ആർക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഇസ്ലാം പഠിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഖുർആനും സുന്നത്തും നോക്കാൻ പറ്റൂല എന്ന് വലിയ ഡോക്ടർമാര് ഡയലോഗ് അടിച്ചാലും വരും. യഥാർത്ഥത്തിൽ ലോകം ആ പോയിന്റിലേക്ക് വരും പ്രിയപ്പെട്ടവര്, ഒരു സംശയമല്ല. ആരും യഥാർത്ഥത്തിൽ ഒരു വിഷമം വിചാരിക്കണ്ട. നമ്മുടെ കൽബിന്റെ വിശാലത കുറവ് മാത്രമാണ്. അതുകൊണ്ട് ഭാര്യ വരും. അവിടെ മുതൽ ജീവിതത്തിന് ഒരു വല്ലാത്ത തൃപ്തി കിട്ടും. നമ്മൾ രാത്രി വൈകി എത്തുമ്പോ മുഖത്തേക്ക് വീണ മുടികൾ ചീകിയൊതുക്കി ഗ്രിൽസ് പുഞ്ചിരിച്ച് തുറന്നു തന്ന് വെള്ളം ചൂടാക്കി വെച്ച് അതിലേക്ക് ഡെറ്റോൾ ഒഴിച്ച് കുളിക്കാൻ പറഞ്ഞ് അവരടുക്കളയിലേക്ക് പോകും. നമ്മൾ ദീനീ പ്രവർത്തനത്തിന് പോയതാ, വെള്ളടിക്കാൻ പോയതല്ല. എനിക്ക് കൂടി പുണ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഭക്ഷണം ചൂടാക്കി വെച്ച് പോയതിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ കൈകാലുകൾ തടവിയുറക്കി ഉറക്കുന്ന ഒരു പെണ്ണ് നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ തകരാറാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയോ? തിരിച്ചറിവ് ഉമ്മാക്ക് കൊടുത്തിട്ടില്ല. വൈജ്ഞാനിക സദസ്സുകളിലേക്ക് വരിങ്ങള്, തദ്ക്കിറയിലേക്ക് കൊണ്ടുവരിങ്ങള്, ജുമാ ഖുത്ബക്ക് കൊണ്ടുപോകിങ്ങള്. എനിക്കറിയാം, ഒരു ഉമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് മനസ്സുനൊന്ന് ജീവിക്കുന്ന ഒരു പ്രവാസി വിദേശത്തുനിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു ഖത്തീബിനോട് പറഞ്ഞേൽപ്പിച്ചു, ഇത്രാം തീയതി ജുമാക്ക് എന്റെ ഉമ്മയും ഭാര്യയൊക്കെ ഉണ്ടാകും, അവർക്ക് മെൻസസ് പീരീഡ് അല്ല. അപ്പോ ഇതൊക്കെ പറയണമെങ്കിൽ അയാളെ അത്ര അനുഭവിക്കുന്നുണ്ടാകും അല്ലെ. അവർക്ക് മെൻസസ് പീരീഡ് അല്ലാത്തൊരാഴ്ച കണ്ടെത്തുക, ഉമ്മാക്കും ഭാര്യക്കൊക്കെ വരാൻ പറ്റിയൊരു ദിവസേ. എന്നിട്ട് നിങ്ങൾ എന്റെ ഉമ്മാനെയും ഭാര്യനെയൊക്കെ പറ്റിയൊന്ന് ഖുത്ബയിൽ പറയണം. എനിക്ക് ഈ വരുന്ന വെക്കേഷനിലെങ്കിലും ഒന്ന് സ്വസ്ഥായിട്ട് എന്റെ ഭാര്യന്റെ കൂടെ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അത്ര അനുഭവിക്കുന്നുണ്ട്, ഉമ്മയല്ലേ എന്ന് ചോദിക്കാണ്. ഖത്തീബ് ഒറ്റ വാചകം പറഞ്ഞു. എന്താ നിങ്ങൾ വാചകം? അതാ ജുമാ ഖുത്ബ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൻ അവനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ, ചെറിയ കുട്ടിയായപ്പോ കളിപ്പാവ കൊണ്ട് കളിക്കുമ്പോ ഉമ്മച്ചേന്ന് വിളിച്ച് അവൻ നിങ്ങളുടെ അടുത്ത് കോടി വരുമ്പോ അവനെ നിങ്ങൾ
തോളിലേക്ക് വാരിയിടുമ്പോ ഉമ്മ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതേ മനസ്സാണ്. മാളിക മുകളിൽ നിന്ന് അവന്റെ ഭാര്യയും അവനും തമ്മിൽ ആനന്ദപൂർവ്വം സംസാരിക്കുമ്പോ ഉണ്ടാകേണ്ടത്. അവരെവിടേക്കെങ്കിലും ഇറങ്ങുമ്പോ ഉമ്മന്റെ കുട്ടികൾ പൊയ്ക്കോളിന്നാ പറയേണ്ടത്. അവൻ ആകെ ശനിയാഴ്ച വീട്ടിലുള്ളൂ എങ്കിൽ അന്ന് എന്നും വരുന്നത് പോലെ മോള് വരണ്ട, മോൾ അവിടെ നിന്നോ, അവൻ ഇന്നല്ലേ ഉണ്ടാകുള്ളൂ. കുട്ടികളൊക്കെ മദ്രസക്ക് പോയതിന്റെ ശേഷം അവന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നോ, അല്ലേ, അവർക്കും ജീവിതം ആസ്വദിക്കണ്ടേ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോഴല്ലേ നമ്മൾ മരിക്കുമ്പോ മയ്യത്ത് നിസ്കാരം ആത്മാർത്ഥാകുള്ളൂ എന്ന് പറഞ്ഞപ്പോ ജുമാ നിസ്കാരം കഴിഞ്ഞ് വയസ്സായ ഒരു സ്ത്രീ ഖത്തീബിന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളാ പറഞ്ഞമാതിരി ഒന്നല്ല ഞാൻ ചെയ്യല്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, ഞാൻ അവരോട് ക്ഷമ ചോദിക്കണോ, എന്നാലേ എനിക്ക് തോപ കിട്ടുള്ളൂ. അവരിങ്ങളോട് എപ്പോഴോ ക്ഷമിച്ചിട്ടുണ്ടാവും, ഉമ്മച്ചി ഒരു പ്രശ്നമല്ല, നിങ്ങൾ പോയിക്കോളി, ഇനി വേണമെങ്കിൽ നിങ്ങൾ മോനോട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ മോന്റെ മുമ്പ് തോബയായിട്ട് ചെല്ലൊന്നും വേണ്ട. അടുത്ത ദിവസം രാത്രി ഉറങ്ങാൻ പോണതിന്റെ മുമ്പ് മരുമോളോട് പറയാണ്, എന്തറിയോ, ഉമ്മച്ചിന്റെ കുട്ടി എന്നെ ഒരുപാട് ഇറങ്ങാറാക്കിയിട്ടുണ്ടാവും, സാരില്ല, ഒക്കെ ആയിക്കോളും. ഇതെന്താ നിങ്ങൾ നമ്മൾ ആരും ചെയ്തതൊന്നും ചെയ്യൂല, മക്കളെയും കുട്ടികളൊന്നും എത്തിക്കേണ്ടടുത്ത് എത്തിക്കൂല, ഇരുത്തേണ്ടടുത്ത് ഇരുത്തൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും 2 മണിക്ക് ഇതേ സ്ഥലത്ത് സിയാറി നടക്കുന്നുണ്ട്. ചെറിയൊരു പരിസരം, നമുക്ക് വലിയ പള്ളി വേണം, നമുക്ക് സെന്റർ വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രഭാഷണം ഉയരുന്ന ഒരു സ്ഥാനം അടുത്ത വർഷം ഈ സമയമാകും മുമ്പ് നമുക്ക് കിട്ടും എന്ന് ഉള്ളിൽ നിന്ന് എപ്പോഴോ തോന്നിയൊരു തോന്നല് ഞാൻ പറയാണ്. അള്ളാഹു അത് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നിങ്ങളെ മക്കളെ നിങ്ങൾ വണ്ടിയിലിട്ടിട്ട് ഡിക്കിലിട്ടിട്ടാണെങ്കിലും കൊണ്ടൊന്ന് സിയാരി ക്ലാസ്സിൽ ഇറക്കി അവനെ നമ്മളെ മരിച്ചാല് നമ്മളെ മോനെ നമ്മളെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കണം, അല്ലെ? മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുള്ള രംഗണ്ട്, എണീപ്പിച്ചിരുത്തിയിട്ട് വയറമ്മ നെക്കിയിട്ട് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളത് കളഞ്ഞിട്ട് ശീല കെട്ടിയിട്ട് പുറത്തെടുക്കണത് നമ്മളെ മോൻ തന്നെ ആകണം. പെണ്ണാണെങ്കിൽ നമ്മളെ മോളാകണം, മരുമോളാകണം. അതിനവരെ നിങ്ങൾ സിയാരി ക്ലാസ്സിൽ കൊണ്ടൊന്ന് ചേർക്കും, അവരെ നിങ്ങൾ പ്രോഫ്കോണിന് പറഞ്ഞേക്കും. പുതിയ തലമുറ സത്യസന്ധമായ ദീനിന്റെ റൂട്ടിൽ അവർ യാത്ര തുടങ്ങട്ടെ. ഹേമന്തങ്ങളും വസന്തങ്ങളും സന്തോഷങ്ങളും നടന്നു നീങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം തിരിച്ചു പോകുമ്പോൾ, മിഴികൾ അടയുമ്പോൾ, ആത്മാവ് ആ മിഴികൾ പിന്തുടരുമ്പോൾ നല്ല കാഴ്ചകൾ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ സദസ്സ് ഇതിലേറെ പ്രൗഢമായി അള്ളാഹു എന്നെന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.